കഥവര കഥകളുടെ 2ാം സീസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമിക്സിൻ്റെ ചരിത്രത്തിലൂടെയുള്ളൊരു യാത്രാ വിവരണമായി തുടങ്ങിയ ഈ ചെറിയ ഡോക്യു സീരീസ് ഇന്ന് എത്തി നിൽക്കുന്നത് 90കളിലാണ്. 90കളിലെ എന്നെപ്പോലുള്ള കുട്ടികളെല്ലാവരും മലയാളം വായിക്കാൻ പഠിച്ച ചിത്രകഥകളിലൂടെയായിരുന്നു. നമ്മളെ എല്ലാവരെയും വായന പഠിപ്പിച്ചതും അതിലൂടെ വായനയുടെയും ഭാവനയുടെയും ഒരു വലിയ ലോകം തുറന്നു വെച്ച 3 കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അവരെക്കുറിച്ചാണ് ഈ എപ്പിസോഡ്. മായാവിയുടെ ഒരു കാര്യം, ആ ഡാഗിനി വല്യമ്മനെ കുട്ടൂസനായിട്ട് വട്ട് കളിപ്പിക്കാണ്. ഈ സൂത്രന് ഓരോ സൂത്രങ്ങളെ. എടലല്ലു, നീ ഇന്ന് കിഡ്സ് റൂമിൽ എന്തിന്റെ പടം വരക്കാന്നാ പറഞ്ഞേക്കണത്? മായാവിയുടെ. അപ്പൊ ഇതെന്തുട്ടാണ്? മായാവിയുടെ ജനനം, അതായത് ആദ്യം ഞാൻ പറയാം, ഈ കുട്ടിച്ചാത്തൻ്റെ ജനനം തന്നെ പറയാം. ശരിക്കും പറയാം, ജിജോ ആണ് സംവിധാനം ചെയ്ത്, മറ്റേ ഇവരുടെ നവോദയയുടെ. ജിജോ ഒരിക്കൽ ഡോംബിവില്ലി എന്ന് പറഞ്ഞ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ബോംബെയിൽ ജിജോവും വേറെ സുഹൃത്തും കൂടി എന്നെ കാണാൻ വന്നിരുന്നു. ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് എന്താ ഇതിന് തിരക്കഥയും കഥ എഴുതാൻ, ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു കഥ എഴുതാനായിട്ട് പറ്റിയൊരു ആളെ വേണം. അപ്പോൾ എന്നോട് നാട്ടിൽ നിന്ന് റെഫർ ചെയ്ത മോഹൻദാസിനെ കണ്ടാൽ മതി, ഇവിടെ ഈ ബോംബെയിൽ പല ആൾക്കാരുണ്ട്, അവരെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ജിജോ എൻ്റെ റൂമിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ മുഴുവൻ അറിയില്ല, ഒക്കെ മഹാരാഷ്ട്രീയൻസാണ്, നമ്മുടെ മലയാളം ചിത്രത്തിന് വേണ്ടി കുട്ടികളുടെ ഇതിന് വേണ്ടി കഥ എഴുതുമെന്ന് എനിക്കറിയില്ല, ഞാൻ 1-2 പേരുടെ അഡ്രസ്സ് തരാം, അത് പ്രത്യേകിച്ച് ഈ അനന്തപ്പയ്യെ പോയി കണ്ടാൽ മതി, അദ്ദേഹം പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു കൊണ്ടെഴുതി. പിന്നെ അവിടെ കൊണ്ടും ആൾക്ക് സക്സസ് ആയില്ല കഥാപാത്രം. പിന്നെയല്ല പലേരിയ അല്ലേ, പലേരിയ വരച്ചിരിക്കണം, രഘുനാഥ് പലേരി അല്ലേ എൻ്റെ കഥ എഴുതി. രഘുനാഥ് പലേരിയാണ് പിന്നെ കുട്ടിച്ചാത്തൻ്റെ കഥയൊക്കെ എഴുതിയത്. അപ്പോൾ അന്ന് വന്ന് പോകുമ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്, പിന്നെ കണ്ടില്ല. എന്നോട് അന്ന് പോകുമ്പോൾ പറഞ്ഞു, ഇനി ഒരു പടമൊക്കെ എടുക്കാൻ ഉദ്ദേശമുണ്ട്, വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ സ്റ്റുഡിയോയിൽ വരുമോ, അതൊക്കെ പറഞ്ഞാൽ പോയത്. പിന്നെ എനിക്ക് പോകാനും പറ്റിയില്ല, അദ്ദേഹത്തെ കാണാനും പറ്റിയില്ല. അങ്ങനെ കുട്ടിച്ചാത്തൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ബാലരമയുടെ എഡിറ്റർ മോഹൻ, എൻ.എം. മോഹൻ, ഇങ്ങനെ ഒരു ഐഡിയ വന്നത്, ഇങ്ങനെ ഒരു കുട്ടിച്ചാത്തൻ്റെ കഥ ഇറക്കാമെന്ന്. എനിക്കല്ല ഐഡിയ വന്നത്, അവർക്ക് എപ്പോഴും ഈ ഐഡിയാസൊക്കെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അവർക്ക് വരിക. ഇതിൽ എന്ത് കഥ, ഇപ്പോൾ കഥ എഴുതാൻ തന്നെ അവിടെ നിന്നാണല്ലോ കഥ അറിഞ്ഞത്, ഞാനല്ല. അപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഐഡിയ പ്രകാരം അങ്ങനെ കുട്ടിച്ചാത്തൻ ഇറക്കാമെന്നുള്ള ഐഡിയയിലാണ് ഈ കഥ വന്നത്. അപ്പോൾ അതിന് അവർ തന്നെ കഥ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ അറിഞ്ഞു തന്നെ ഇല്ല സത്യത്തിൽ. എൻ്റെ ഒരു സുഹൃത്ത് പ്രദീപ് സാത്തയുണ്ട് ബോംബെയിൽ, അയാളുടെ അടുത്ത് ഇവർ പോയി. അയാൾക്കാച്ചാൽ ഭയങ്കര റേറ്റൊക്കെയാണ്, അതൊന്നും ഇവർക്ക് കൊടുക്കാൻ അങ്ങോട്ട് താല്പര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. മായാവിയുടെ ക്യാരക്ടർ ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് പ്രദീപ് സാത്തയാണ്, ലുട്ടാപ്പിയല്ല. ലുട്ടാപ്പിയൊക്കെ പിന്നെ വന്നു, അതൊക്കെ ഞാൻ തന്നെയാണ്. കുട്ടൂസൻ്റെ ഇങ്ങനെ ഈ രാജുവിൻ്റെ ആദ്യം അയാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യത്തെ ഒരു കഥ ഇയാൾ വരച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമായി തോന്നുന്നു, പ്രദീപ് സാത്തയായിട്ട്. അയാൾ വരയ്ക്കില്ല എന്ന് തോന്നുന്നു, തുടങ്ങുകയും ചെയ്തു. പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു, മോഹൻദാസ് വരയ്ക്കണത് ഇങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെ തുടങ്ങി അതിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ മോഹൻദാസ് വരയ്ക്കണം എന്ന് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അടുത്ത കഥ വന്നു. അപ്പോൾ അത് അവർ സാറ്റിസ്ഫൈഡായി. പിന്നീട് അതിൽ കുറേ കഥാപാത്രങ്ങളൊക്കെ പിന്നീട് വന്നു. മായാവിയെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആളല്ലെങ്കിലും അതിനെക്കുറിച്ച് രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ആദ്യം മായാവിയുടെ പരസ്യത്തിലെല്ലാം വന്നത് ഇന്ന് കാണുന്ന ലുട്ടാപ്പിയുടെ ഒരു മുഖമാണ്. അപ്പോൾ ആ മുഖത്തിന് ഒരു കൗതുകമുണ്ട്. പക്ഷേ വരച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുന്നോട്ട് തള്ളിയിരിക്കുന്ന 2 പല്ലുകൾ കണ്ടപ്പോൾ ഒരു എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ ഇങ്ങനെ അന്നത്തെ സൃഷ്ടാവായ മോഹൻ സാറ് പറഞ്ഞത്, ഇത് കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു മുഖമാണ് ഇതിനുള്ളത്, അത് ഇത് നമുക്ക് ഒഴിവാക്കിയാലോ എന്ന് ചോദിച്ചു. പക്ഷേ കഥാപാത്രം ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ മായാവി പിന്നത്തെ പരസ്യം കൊടുത്തപ്പോൾ അതിനകത്ത് ചെറിയൊരു തിരുത്ത് ആ പരസ്യത്തിൽ കൊടുത്തിരുന്നു. അത് വളരെ കൗതുകമാണ്. തുടക്കത്തിലെ കൂട്ടുകാരെ പറ്റിച്ചുകൊണ്ടാണ് മായാവിയുടെ വരവ്, വേഷം മാറി
അപ്പോൾ അങ്ങനെ അത് ജസ്റ്റിഫൈ ചെയ്തിട്ടാണ് ആ കഥാപാത്രം വന്നത്. അപ്പോൾ അങ്ങനെ ആണ് മായാവിയുടെ ഒരു ആദ്യകാലത്തെ തുടക്കം. പിന്നെ മായാവിയുടെ കൗതുകകരമായ കാര്യങ്ങൾ അതിൻ്റെ പേരുകളാണ്. അന്ന് വരെ കേൾക്കാത്ത കുറേ കൗതുകമുള്ള കുറേ പേരുകൾ. ഇപ്പോൾ ലുട്ടാപ്പി എന്നുള്ളൊരു പേര് ഇന്ന് എല്ലാ കുട്ടികൾക്കും വിളിക്കുന്നൊരു പേരാണ്. പിന്നീടൊരു പേരിടുമ്പോൾ അത് അതിൻ്റെ അന്നത്തെ ഈ മോഹൻ സാറിന് അത്തരം കാര്യങ്ങൾ വളരെ കൗതുകമുള്ള ഒരു രീതിയിൽ എപ്പോഴും ചെയ്യാറുണ്ട്. ഈ ലുട്ടാപ്പിയുടെ അമ്മാവനെ പേരിട്ട സമയത്ത് എന്ത് പേര് വേണമെന്നുള്ളൊരു വലിയ ആലോചന വന്നു. ഒരുപാട് ആലോചിച്ചിട്ട് മോഹൻ സാർ പറഞ്ഞു ലുട്ടാപ്പിയുടെ പേര് നമുക്ക് തിരിച്ചിട്ടാലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ പുട്ടാലു എന്നുള്ള പേര് അവിടെ വന്നത്. അതുപോലെ ആദ്യത്തെ ലക്കങ്ങളിലൊന്നും രാജുവിന് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. രാജു ഒരു വള്ളി നിക്കറിട്ടിട്ടാണ് എപ്പോഴും കഥയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അപ്പം ഞാനൊരിക്കൽ അവിടെ ചെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പക്ഷേ അന്ന് എന്തോ ആ രാജുവിനെ കണ്ടപ്പോൾ കുറച്ചൊരു അരോചകമായിട്ട് തോന്നി. അപ്പം ഞാനൊരു ദിവസം അങ്ങനെ വെറുതെ മേശപ്പുറത്ത് വെച്ചിരുന്ന കോപ്പിയിലൊരു ബനിയൻ വരച്ച് വെച്ചു. അപ്പോൾ ബനിയൻ വരച്ച് വെച്ച് അന്ന് എനിക്ക് വേണമെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് പിന്നീട് ബാലരമയുടെ ഓഫീസ്, അന്ന് ഞാനവിടെ വർക്ക് ചെയ്യുന്നില്ല, അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ മോഹൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഡ്രസ്സ് ഇതാതെ ഇവരെ കണ്ടതിലൊരു സങ്കടമുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു നമുക്കത് ഒന്ന് മാറ്റി നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ അപ്പോൾ തന്നെ രാജുവിനൊരു ബനിയൻ വരച്ചു കൊടുത്തു. അപ്പോൾ പിൽക്കാലത്ത് ആ ബനിയൻ തുടർന്നുകൊണ്ടേയിരുന്നു ഈ കഥാപാത്രത്തിന്. അപ്പോൾ അതിനുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. രാജുവും സിസ്റ്ററിൻ്റെയും നിഗൂഢത അഴിക്കാൻ സത്യത്തിൽ എനിക്കും പറ്റില്ല. കഥയുടെ തുടക്കം മുതൽ ഇവർ ആരാണ് എന്ന് സഹോദരങ്ങളാണോ സുഹൃത്തുക്കളാണോ എന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. രാജു രാധ. പക്ഷേ നമുക്ക് ബോബനും മോളിയും സഹോദരി സഹോദരന്മാരാണ്. പക്ഷേ ഇതിൽ ആ ഒരു ഇൻട്രഡക്ഷൻ ഇതേവരെ കഥയിലുണ്ടല്ല. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് പ്രകാരം തോന്നുന്നത് അവർ സഹോദരി സഹോദരന്മാരാണ്. ഒരു വീട്ടിൽ കഴിയണ അച്ഛൻ്റെയും അമ്മയൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ. അത് കാരണം കൊണ്ട് നമുക്ക് അതും പറ്റില്ല. അപ്പോൾ അവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഇരിക്കുന്നത് രാജു രാധ. വേറെ ഒന്നും കൂടിയും ചോദിച്ചിട്ടുണ്ട്. ഈ രാജു രാധയുടെ കുട്ടൂസിനുണ്ടായി ഇനി ആരാണ്? ഭാര്യ ഭർത്താക്കന്മാരാണോ? അവരൊരുമിച്ചാണോ താമസം? എന്താണ് അവരുടെ തമ്മിലുള്ള ബന്ധം വായനക്കാരിൽ? അപ്പോൾ അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനെപ്പറ്റി എഴുതിയായിരുന്നു തോന്നുന്നു ഈ ഇതിനു മുമ്പ്. കുട്ടൂസിനുണ്ടാവുകയും രണ്ടാളും രണ്ട് ദുർമന്ത്രവാദികൾ, അല്ലാണ്ട് ഒരേ ഫാമിലിയൊന്നുമല്ല, ഭാര്യ ഭർത്താക്കന്മാരും അല്ല. അങ്ങനെ അപ്പോൾ അത് അങ്ങനെ ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. രണ്ട് കഥയിൽ ചോദ്യമില്ല എന്ന് പറയില്ലേ, അതേപോലെ. പിന്നെ അധികം വൈകാതെയാണ് ഈ ബാലഭൂമി പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. ഞാനും KS രാമൻ എന്ന് പറയുന്ന ഒരു പത്രാധിപർ, ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നായിരുന്നു, ഞങ്ങളായിരുന്നു അതിൻ്റെ തുടക്കത്തിലുള്ള അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നവർ. അപ്പോൾ രാമനും എൻ്റെ ഒപ്പം ബാലരമയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ദിവസം ഇവിടെ വന്നു. അപ്പോൾ നമുക്കിങ്ങനെ ബാലഭൂമി തുടങ്ങുന്നുണ്ട്, അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോയെന്നല്ല എന്നോട് ചോദിച്ചു. അത് കോഴിക്കോടായതുകൊണ്ട് ഞാൻ പറഞ്ഞു കോഴിക്കോട്ടേക്ക് ഞാനില്ല, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി തരാം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇല്ല, നമുക്ക് കൊച്ചിയിലാണ് തുടക്കം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഒരു സൗകര്യം പ്രമാണിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അത് കൊച്ചിയിൽ നിന്ന് ബാലഭൂമി തുടങ്ങേണ്ടായി. പക്ഷേ ബാലഭൂമി തുടങ്ങിയപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കാരണം ഇതിനെ ഒന്ന് വളരെ ശക്തമായ ഒരു ബാലരമ അപ്പുറത്ത് നിൽക്കുന്നു. അതിനെ എതിരിട്ട് നമ്മൾ മാതൃഭൂമിക്ക് വേണ്ടി നല്ലൊരു സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഉള്ളതൊരു വലിയ സത്യമാണ്. അപ്പോൾ അങ്ങനെ ഇത് തുടക്കത്തിലേക്ക് വന്നപ്പോൾ ഒന്ന് അവിടെ ഒരു ചിത്രകാരനില്ല, രണ്ട് ഇതിനൊരു ഓഫീസില്ല, ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് അനൗൺസ് ചെയ്തു ബാലഭൂമി വിഷുവിന് പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ്. പത്രാധിപർ പോലും സത്യത്തിലില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ഇതിനെ പടം വരയ്ക്കാനും ഒക്കെ ഉള്ള ചിത്രകാരന്മാരില്ലാത്തതുകൊണ്ട് വളരെ നമ്മൾ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളോട് ചെറിയൊരു താല്പര്യം കാണിച്ച ആളാണ് ചന്ദ്രൻ ജോലിശ്ശേരി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇത് വരപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ഒരിക്കലും മനോരമയിൽ ജോലി വിട്ട് പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. പിന്നെ നല്ലൊരു സാലറിയും നല്ലൊരു ഓഫറും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം വരാൻ തയ്യാറായി. ബാലഭൂമിയുടെ തുടക്കം ആദ്യത്തെ പേജുകളെല്ലാം ചെയ്തത് നമ്മൾ ഇവിടെ ഇരുന്ന പേജുകളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ അത് പറ്റിയില്ല, അവസാന നിമിഷം പോലും തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സമയമാണ് അന്ന്. അവസാനം ഇത് അനൗൺസ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു, വിഷു ദിനം അടുത്തും വന്നു, മാസികയൊന്നും ആയാതെ വന്നപ്പോൾ മാതൃഭൂമിയിൽ നിന്നുണ്ടായിരുന്ന രാജഗോപാൽ സാറ് പറഞ്ഞു നിങ്ങളത് എന്തായാലും ഇത് വർക്ക് തീർക്കണം, ഞാൻ മാതൃഭൂമിയിലെന്ന് ആരെയും അറിയില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ശിവകാശിയിലാണ് ഇത് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വെച്ചാൽ മാതൃഭൂമിക്ക് പ്രിൻറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാങ്കേതികവിദ്യ
കടലിൽ ഇങ്ങനത്തെ ഒരു മാസിക ഈ സൈസിലൊന്നും അടിച്ചാൽ അവിടെ അത്ര പരിചയമില്ല. അപ്പോൾ അങ്ങനെയാണ് രാത്രി ഇവിടുന്ന് അദ്ദേഹം അവിടുന്ന് ഓഫീസിൽ നിന്നൊരു കാർഡ് തന്നു. ഞങ്ങളിവിടെ നിന്ന് കോട്ടയത്ത് പോയി ചന്ദ്രനെ കാറിൽ കയറ്റി, ജോസ് എന്ന് പറഞ്ഞൊരു ഡിസൈനറിൻ്റെ അദ്ദേഹത്തെയും കാറിൽ കയറ്റി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ശിവകാശിക്ക് പോവുകയാണ് രാത്രിയിൽ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതിനു മുമ്പാണ് ഈ മാജിക് മാലു ജനിക്കുന്നത്. മായാവിക്ക് എതിരെയുള്ളൊരു കഥാപാത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാജിക് മാലു തുടങ്ങാൻ തീരുമാനിച്ചത്. കാരണം ശക്തമായ ഒരു കാർട്ടൂൺ കഥാപാത്രം അന്ന് കബീഷും മായാവി അല്ലാതെ നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അതാണ് ഈ മാസികയുടെ ഒരു പ്രധാന ശക്തി എന്നുള്ളത്. നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. പക്ഷേ അത് ഒത്തിരി ആലോചിച്ചിട്ടും അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാൻ നമുക്ക് ആദ്യം പറ്റിയില്ല. അപ്പോൾ 2 പ്രതിസന്ധികളാണ് മാജിക് മാലുവിന് നേരിടേണ്ടി വന്നത്. ഒന്ന്, ഒരു കുരങ്ങൻ കഥാപാത്രത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് കബീഷിനെ അനുകരിച്ചു എന്ന് പറയും. രണ്ടാമത്, മായാവി പോലത്തെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അത് ബാലരമയെ നമ്മൾ കോപ്പി ചെയ്തതിന് തുല്യമാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് പൂമ്പാറ്റയിലൂടെയും ബാലരമയിലൂടെയും പരിചിതമായ ഒരു കഥാപാത്രമാണ് മുയൽ. അങ്ങനെയാണ് മുയലിനെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനക്കാലത്തെടുത്തത്. പക്ഷേ മുയലിൻ്റേതായ കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, മുയലിൻ്റെ ഏറ്റവും വലിയ ചെവിയാണ് ഒരു പോരായ്മ. രണ്ടാമത്, ഈ കഥാപാത്രങ്ങൾക്കെല്ലാം മരം കയറാനോ പറക്കാനോ ഉള്ള കഴിവുണ്ട്, പക്ഷേ മുയലിന് മരം കയറാനുള്ളൊരു കഴിവില്ല. പക്ഷേ പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കഥാപാത്രം നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി. പിന്നെയാണ് രണ്ടും കൽപ്പിച്ച് മാജിക് മാലു രംഗത്ത് വന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു മാജിക്കൽ പവർ ഇല്ലാതെ മാജിക് മാലുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. വടി നമുക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം മായാവി വടിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു തടസ്സം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു ക്യാപ്പ് മാജിക് മാലുവിന് വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നത്. ക്യാപ്പ് വയ്ക്കുമ്പോഴുള്ളൊരു പ്രതിസന്ധി നമുക്ക് വന്നതെന്താ വെച്ചാൽ, ഈ 2 ചെവി വലിയ ഭീഷണിയായി മാറി, കാരണം തലയിൽ തൊപ്പിയിരിക്കില്ല. അപ്പോൾ അത് അന്നത്തെ ഇത് വരപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ച ആർട്ടിസ്റ്റ് മോഹൻദാസിനെ കൊണ്ടായിരുന്നു. ഈ കബീഷും മായാവിയും വരച്ച അതേ മോഹൻദാസ്. അന്ന് ബാലഭൂമിയുടെ തുടക്കം തൊട്ടേ ഏതാണ്ട് എന്ന് പറഞ്ഞ പോലെ 1-2 ലക്കം മാത്രമേ മിസ് ചെയ്തുള്ളൂ. അതിന് ശേഷം മാജിക് മാലു തുടങ്ങിയിട്ടുണ്ട്. അത് വേണു വാര്യത്താണ് കഥ എഴുതിയിരുന്നത്, ഞാൻ വരയ്ക്കും. അതിൻ്റെ മാജിക് മാലുവിലെ എല്ലാ കഥാപാത്രങ്ങളെയും, അകടൻ ബകടൻ മാജിക് മാലു, പിന്നെ ഓരോ കഥാപാത്രങ്ങളും, കുക്കുടൻ, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ, ഇതിനൊക്കെ ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്. എല്ലാം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ വരച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി മാജിക് മാലുവിൻ്റെ ആ കഥ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതേപോലെയായിരുന്നു. മാജിക് മാലുവിൻ്റെ അവതരണം അങ്ങനെ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ അത് പൊതുവെ എല്ലാവരും സ്വീകാര്യമായിരുന്നു. പക്ഷേ ബാലരമ അതിന് ഒബ്ജക്ഷൻ ഒന്നും എടുത്തില്ല. മാജിക് മാലു ചെയ്യണതിന് കുഴപ്പമൊന്നും പറഞ്ഞില്ല. അതിൽ വേറെ അതേപോലെയുള്ള കഥാപാത്രമൊന്നും വന്നില്ല. ആ കഥ തുടങ്ങിയ സമയത്ത് അപ്പോൾ എങ്ങനെ ഇങ്ങനൊരു കഥാപാത്രം ജനിച്ചു എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ കബീഷിനെ സംബന്ധിച്ച് വരം കിട്ടിയൊരു ഇട്ടാണ് വാല് നീട്ടുന്നത്. മറ്റേ മായാവിയെ സംബന്ധിച്ച് ഇതുപോലെ മാന്ത്രിക വടിയിലാണ് അതിൻ്റെ ശക്തി. മാജിക് മാലുവിന് അങ്ങനെ വന്നപ്പോൾ ആ മാജിക് മാലുവിൻ്റെ ശക്തി നമ്മൾ ആ തൊപ്പിയിൽ കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അത് തൊപ്പി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാലു ഒരു സാധാരണ കഥാപാത്രമാകും. എഴുതി വന്നപ്പോൾ പിന്നെയും പ്രതിസന്ധികളുണ്ടായി. മാജിക് മാലു ആണാണോ പെണ്ണാണോ? പല കുട്ടികളും കത്തുകൾ അയച്ചിരുന്നു. നമ്മളതിന് കൃത്യമായിട്ട് ഇന്നൊരു മറുപടി കൊടുത്തിട്ടില്ല. ആണാകാം പെണ്ണാകാം, അതായിരുന്നു അതിന് ഉത്തരം. അപ്പോൾ ഈ കഥ എഴുതി വന്നപ്പോൾ എവിടുന്ന് ഈ മാജിക് മാലു വന്നു, അവൻ എവിടുന്ന് മാജിക് പഠിച്ചു എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ വായനക്കാരിൽ നിന്നുണ്ടായി. ഏത് കഥാപാത്രത്തിൻ്റെ ഒരു തുടക്കം വേണമല്ലോ നല്ലത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു സർക്കസ് കൂടാരത്തിൽ നിന്ന് ചാടിപ്പോകുന്നതായിട്ടാണ് മാജിക് മാലുവിനെ ആദ്യത്തെ കഥയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു സർക്കസ് കൂടാരത്തിലെ ഒരു മജീഷ്യന് പറ്റാത്ത കാര്യങ്ങളാണ് പിൽക്കാലത്ത് മാജിക് മാലു ചെയ്തുകൊണ്ടിരുന്നത്. അത് മെല്ലെ മെല്ലെ നമ്മൾ ആ കഥാപാത്രത്തെ വേറൊരു രീതിയിൽ വികസിപ്പിച്ച് കൊണ്ടുവന്നതാണ്. കാരണം കഥകൾ മുന്നോട്ട് പോകണമെങ്കിൽ അതേ സാധ്യമാവുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ കുട്ടൂസൻ, ഡാഗിനി, അതുപോലെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ഇവിടെയും, അതെല്ലാം നമ്മളൊരു ജെന്യുവിനായിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം ഒരു തരത്തിലെയും മറ്റൊരു തരത്തിൽ അനുകരിക്കപ്പെട്ടത് തന്നെയാണ്. കാരണം എല്ലാം ഇപ്പോൾ മായാവി സ്വന്തം കഥാപാത്രമാണെന്ന് വെച്ചാൽ മായാവി സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കാസ്പർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കഥയുടെ ഒരുപാട് സ്വഭാവങ്ങൾ എടുത്തിട്ടാണ് മായാവി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻ സിനിമയിലെ ആ കഥാപാത്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വച്ചിട്ടാണ് ഈ മായാവി വന്നത്. അപ്പോൾ അതിനും അതിൻ്റേതായ ഒരു അനുകരണ രീതി ഉണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കഥ തുടങ്ങുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു ആ കഥ, മായാവിയാണോ മാജിക് മാലു ആണോ ഇതിനകത്ത് കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ള ചോദ്യം പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് പറയാം, മായാവി തന്നെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബാലരമയിൽ കുറേ കാലം ജോലി ചെയ്യേണ്ടായി. ഞാൻ അവിടെ ജോലി ചെയ്ത കാലത്തും കുറേ മായാവി കഥകൾ ഞാനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശത്തെ മായാവി കഥയും ഇപ്പോഴത്തെ മാജിക് മാലു കഥയും
ഇതെല്ലാം എഴുതാൻ ഭാഗ്യം കിട്ടിയ ഒരാൾ ഞാനാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്തുള്ള ഒരു വ്യത്യസ്തത എന്ന് എനിക്ക് അവകാശപ്പെടാമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങളാണ്. കാടിനായിരുന്നു എന്നും സംരക്ഷണം ആവശ്യം. അതുകൊണ്ടാവാം മാജിക് മാലുവും കബീഷും പോലുള്ള കഥാപാത്രങ്ങൾ കാട്ടിൽ അവരുടെ വീരകൃത്യങ്ങൾ കാഴ്ചവെച്ചത്. അതേസമയത്ത് അങ്ങ് ദൂരെ പങ്കിലക്കാട്ടിലെ മൃഗങ്ങളെ രക്ഷിക്കുവാനും അവിടുത്തെ ക്രൂരന്മാരെ ഓടിക്കുവാനും ഒരു രക്ഷകനുണ്ടായിരുന്നു. പങ്കിലക്കാടിൻ്റെ സ്വന്തം സാക്ഷാൽ ഡിങ്കൻ. 1982 ഞാൻ ബാലമംഗലത്തിൽ വരുന്നത്. 82-83 അതെ. അപ്പോൾ അപ്പോൾ നമുക്കൊരു സ്ഥിരമായിട്ടൊരു ക്യാരക്ടർ, അന്ന് സ്ഥിരമായിട്ടൊരു ക്യാരക്ടറില്ല. 4 പേജിൽ തീരുന്ന ചിത്രകഥകളാണുള്ളത് മുഴുവനും. 4 പേജ് 2 പേജിലൊക്കെ തീരുന്ന ചിത്രകഥകളാണ്. അന്ന് കബീഷാണ് ഇതിനകത്ത് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത്. പൂമ്പാറ്റയിൽ കബീഷാണ് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്ഥിരമായിട്ടൊരു കഥാപാത്രം വേണമെന്ന് വർഗീസ് സാർ പറയും. അതിനുവേണ്ടി സോമൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിരിക്കുക. സോമശേഖരൻ എൻ്റെ എഡിറ്ററാണ് സോമശേഖരൻ, തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പോഴാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് തന്ന് ഞങ്ങൾ വരച്ച്. ആദ്യം ഇത് വായിച്ച അത്രയും സക്സസ് ആണെന്ന് ഓർക്കുന്നില്ല. ചുമ്മാ പറഞ്ഞ് നമ്മുടെ ജോലിയുടെ ഭാഗം എന്നുള്ളതിൽ വരച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് കോപ്പി തീരെ കുറവാണ്. ബാലമംഗലത്തിന് തീരെ കോപ്പി കുറവാണ്. ചുമ്മാ ആദ്യം നന്നായി, ആദ്യം ഫസ്റ്റ് 2-3 ആദ്യമൊക്കെ നന്നായിട്ട് കോപ്പി അടിച്ച് ഇറക്കി. അത് നന്നായിട്ട് പോയി. പിന്നെ ക്രമേണ അത് തീരെ കുറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ജോയിൻ ചെയ്യുന്നത് അവിടെ. അത് കഴിഞ്ഞ് ഇത് ഡിങ്കൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റം വരാൻ തുടങ്ങി. ഈ ചിത്രം ഇതെന്താണെന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി കോപ്പിയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ അവിടെ സർക്കുലേഷനിലൊക്കെ പറയുന്നുണ്ട്. അന്ന് വീക്കിലി നന്നായിട്ട് പോകുന്നുണ്ട്. മംഗളം വീക്കിലി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സാധനം കോപ്പി കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ചിപ്പോൾ എന്തോ അറിയാൻ മേലെ കുറച്ച് എന്തോ പുതിയതെല്ലാം തുടങ്ങി. അപ്പോൾ ഡിങ്കൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. ആ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ കോപ്പിയും കുറച്ച് നല്ല വ്യത്യാസം വരുന്നു. അവർക്ക് എല്ലാ ഉത്സാഹമായി. ജോലിക്ക് നമുക്ക് ജോലി ചെയ്യാനും എഴുതാനും മാനേജ്മെൻറ്റാണെങ്കിൽ നല്ല താല്പര്യമായി. കോപ്പി നന്നായിട്ട് കൂടുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്നാൽ ഇത് ഒരെണ്ണം ഇതായി കഴിഞ്ഞാൽ എന്താ വേറെണ്ണം കൂടി വേണമല്ലോ. അങ്ങനെ ശക്തിമരുന്ന് തുടങ്ങി. ശക്തിമരുന്ന് ശരിക്ക് ക്ലിക്ക് ചെയ്ത് തിരുവനന്തപുരം പിള്ളേർക്ക് ഇഷ്ടം. വൈദ്യരൻ നമ്പോലിനും ഒരു കുഞ്ഞിക്കുരുവി, കൊച്ചുവീരൻ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളുണ്ട്. അതൊക്കെ നല്ലതായി. അപ്പോൾ കോപ്പി നന്നായിട്ട് കൂടി. നല്ല 1.25 ലക്ഷം കോപ്പി വരെ വന്നു ബാലമംഗലം. അവിടെ നല്ല ഇതായി. എല്ലാവർക്കും കോപ്പി കാത്തിരിക്കണം. ആ രീതിയിലായി. ഇപ്പോൾ ഈ ഡിങ്കിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഞാനും സോമനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ആദ്യമൊക്കെ എഴുതുന്നത്. ഓരോ സ്ക്രിപ്റ്റ് നമുക്ക് ഡിങ്കിൻ്റെ ഇതായിരിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം തുടക്കം മുതൽ ഞാൻ തന്നെ വരച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ഇങ്ങനെ ഡിങ്കിൻ്റെ ശക്തി, ഡിങ്കിന് എങ്ങനെയായിരിക്കണം, അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് ശരിക്കും. അതിന് ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും എനിക്കറിയാം. ഒരു ഇല്ലസ്ട്രേഷൻ ഡിങ്കിൻ്റെ ആണെന്നും പറഞ്ഞ് വന്നാലും അതല്ല ശരി. അതിൻ്റെ ഇത് നമുക്കറിയാം. അങ്ങനെ അല്ലായിരുന്നു ഡിങ്കിൻ്റെ കുറച്ചുകൂടി ഇങ്ങനെ വരണ്ടേ എന്നറിയാം. അപ്പോൾ ഡിങ്കിൻ്റെ ശക്തിയും ഡിങ്കിൻ്റെ ഡയലോഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ ശക്തി ഞാൻ പറഞ്ഞില്ലേ, എതിരാളിക്കൊരു പോരാളി, ഡിങ്കിന് ഉറച്ചു നിന്നാൽ പാറ പോലെ എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുണ്ട്. അപ്പോൾ അത് ആ രീതിയിലുള്ള പിന്നെ ഒരു മല കുത്തിയെടുത്ത് പഞ്ഞിക്കെട്ട് പോലെ എന്നൊക്കെയുള്ള തോന്നൽ അത്ര ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ എല്ലാം പോകുന്നത്. അപ്പോൾ ഇതറിഞ്ഞിട്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റും വരുന്നത്. ഇപ്പോൾ ഒരിക്കലും ആകാംക്ഷ ഉണ്ടാക്കുക. എപ്പോഴും ഇതെന്താ അടുത്തിലൊക്കെ എന്താണെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാകുന്ന രീതിയിൽ വേണം അതിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടുപോകാൻ. അതല്ലേ പിന്നെ അത് വായിക്കില്ല. അത് സസ്പെൻസ് കളയാനും പാടില്ല. ഒട്ടും വിചാരിച്ചിരിക്കാത്ത രീതിയിൽ വേണം കഥ പോകാനും. ഒരിക്കലും പ്രതീക്ഷ അല്ലെങ്കിൽ ആദ്യം തന്നെ കഥ വായിക്കാം. ഇത് മറ്റേ ഡിങ്കൻ വന്ന് അടിയിച്ച് നിർത്തും. പക്ഷേ അപ്പോൾ അതായിരിക്കില്ല. ഡിങ്കിന് ചിലപ്പോൾ അടിച്ചിടുകയായിരിക്കില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിൽ വരുമ്പോൾ അടുത്തിലേക്ക് വരുമ്പോൾ ഡിങ്കൻ അത് ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഡിങ്ക രക്ഷിക്കുമെന്ന് വിളിക്കുമ്പോൾ ഡിങ്കൻ ഉടനെ ചാടി ഇതെല്ലാം ഇത് കേൾക്കുമ്പോൾ ഡിങ്കനെല്ലാം മാറി ഡിങ്കൻ അങ്ങോട്ട് ഇതാകുന്ന ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിന് പ്രശ്നം വരില്ല. പിള്ളേർക്കും ഏറ്റവും ഇഷ്ടമായിരിക്കും. അതേ രീതി സസ്പെൻസ് കളയാതെ കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണ് ഈ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഡിങ്കന് നിങ്ങൾ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും ഈ കഥകളൊക്കെ? ഇത് ഞാൻ പറഞ്ഞില്ലേ, പത്രങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് മൃഗങ്ങളിലായി കഴിയുമ്പോൾ എങ്ങനെ ചന്ദനം വെട്ടി ആ വീരപ്പൻ്റെ സമയത്തൊക്കെ ഉള്ള സമയത്ത് കണ്ടിട്ടില്ലേ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ചന്ദനം കടത്ത് ഒരു വനത്തിൽ ചെന്ന് ചന്ദനം വെട്ടി വനം നശിപ്പിക്കുക എന്നുള്ള രീതി വരുമ്പോൾ ഡിങ്കിന് അവിടെ വരികയും വേണമെങ്കിൽ വെട്ടി ലോറിയിലാക്കിയിരിക്കുന്ന ഇത് ഡിങ്കൻ വേണേൽ തടഞ്ഞു നിർത്തുക, അവനെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അല്ലെങ്കിൽ ഇവരെ എടുത്ത് തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷൻ ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആ കഥ അതുപോലെ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. ഇതെല്ലാം മനുഷ്യരുടെ എല്ലാം മൃഗങ്ങളിലേക്ക് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് രസകരമായിട്ട് കൊണ്ടുപോകാൻ നോക്കും മാക്സിമം. ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ ആരാധകരുടെ ഈ അഭ്യർത്ഥന അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാരണം കഥ എപ്പോഴെങ്കിലും മാറ്റിയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ?
അതായത് കഥയൊന്ന് കുറച്ചുകൂടി സിമ്പിൾ ആക്കാം അവർക്ക് വേണ്ടിയിട്ട്, അല്ല. ആരാധകർക്ക് വേണ്ടിയിട്ട് ഒരു കഥ ഒന്ന് ഇപ്പോൾ മാറ്റിക്കൊള്ളാം. ഡിങ്കൻ ഇങ്ങനെ എടുത്ത് പിന്നെ കൊല്ലുന്നതൊക്കെ വന്നപ്പോൾ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സോമനുണ്ടല്ലോ, സോമന് തന്നെ ഒരു ഇത് വന്നു, അങ്ങനെ കൊല്ലണ്ട, പേടിപ്പിച്ച് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതായിട്ട് ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ വന്ന്. അപ്പോഴാണ് ഒരിക്കലും ഒരു ആന എടുത്ത് എറിയേണ്ട, ആനയെ കൊല്ലേണ്ട ഒരു അവസ്ഥ വന്നപ്പം സോമന് വേണ്ട, അത് വേണ്ട, കൊല്ലണ്ട, നമുക്ക് അവൻ്റെ കൊമ്പൊടിച്ച് വിട്ടാൽ മതി എന്ന് പറയും. കൊമ്പൊടിച്ച് വിട്ട് അവനെ കൊമ്പൊടിച്ചു. പിന്നെ അവനെ ഒറ്റക്കൊമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അവൻ്റെ പകയാണ് എന്നെ കൊമ്പനാക്കി അവനോട് ഇങ്ങനെ ഞാൻ തകർത്തിട്ടുള്ളൂ. പിന്നെ അവനുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോഴും. അവസാനം കേരകൻ വരും. കേരകനും ഭയങ്കര ശക്തനായിട്ട് ഇതിലെല്ലാം തട്ടിത്തേർപ്പിച്ചാണ് കേരകൻ വരുന്നത്. അപ്പോൾ ഈ കേരകൻ എന്തോ നിസ്സാര സംഗതി, ചില കഥാപാത്രം ഭയങ്കര റൗഡിയാണ്, പക്ഷേ ഓന്തിനെ കണ്ടാൽ പേടിച്ചു പോകും എന്ന് പറഞ്ഞുള്ള കഥാപാത്രമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് കേരകൻ ഭയങ്കര ശക്തനാണ്. മലയൊക്കെ ഇടിച്ചത് ഡിങ്ങനെ ഒന്നുമല്ല, ഡിങ്ങനെ എടുത്ത് ചുറ്റിയെറിയാവുന്നതാണ്. പക്ഷേ അവസാനം കേരകനൊരു പേടിയുണ്ട്. എന്താ, കേരകന് വെള്ളം ദേഹത്ത് വീണ് കഴിഞ്ഞാൽ കേരകൻ അങ്ങ് ഇതായിപ്പോവും, ചുരുണ്ടുകൂടി അങ്ങ് മാളത്തിൽ ഒഴിക്കുക, ആ രീതിയിലാണ്. അങ്ങനെ ഒരു കഥാപാത്രമാണ് കേരകൻ്റെ. ആരാധകർക്ക് വേണ്ടി ഡിങ്കൻ്റെ കഥകൾ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നീടുണ്ടായത് ആരാധകർ തന്നെ വന്ന് ഡിങ്കൻ്റെ കഥ തന്നെ മാറ്റുകയായിരുന്നു. Dingoism is probably the best way, the most dignified way, most civilized way to make people understand what religion is all about. 2008 ആരാധകർ ഡിങ്കനെ തിരിച്ചു കൊണ്ടുവന്നു. അവർ ആരാധിച്ച കോമിക് കഥാപാത്രമായിട്ടല്ല, അവർ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ദൈവമായിട്ട്. ഡിങ്കൻ ദൈവമായി, ബാലമംഗളം വിശുദ്ധ ബാലമംഗളമായി. ഡിങ്കോയിസം പിറന്നു. അല്ല, അപ്പൊ അന്ന് അവരിങ്ങനെ വിളിച്ചിട്ട് മതം പോലെ തുടങ്ങുക എന്നുള്ള അറിയിച്ചപ്പോൾ എന്താ തോന്നിയത്? അല്ല, ഒന്നും ഇതാ അറിയാമല്ലോ, അതിനകത്ത് പ്രത്യേകിച്ചൊരു ഇത് വരേണ്ട കാര്യമില്ല, ഒരു തമാശ. മറ്റേതിന് ഒരു ഇത്രയുള്ളതിൻ്റെ പൊള്ളത്തരങ്ങൾ കാണിക്കണത് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം ഇപ്പോൾ പിന്നെന്താ ആൾ ദൈവങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലൊരു ഇതുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊരു ഇത് പറയാനില്ല. ഇത് എല്ലാവർക്കും ഒരു രസത്തിന് തോന്നുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ചിന്തിക്കാനൊരു അവസരം, അത്രയും ഉള്ളൂ. ഇതിലൊന്നും കഴമ്പില്ലെന്ന് കാണിക്കാനത്. നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലെല്ലാം ദൈവം പ്രത്യക്ഷപ്പെടാറുണ്ട്, ദൈവം അപ്രത്യക്ഷനാവാറുമുണ്ട്. 2010 ശേഷം ബാലമംഗളത്തിന് പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നു. ഡിങ്കൻ അപ്രത്യക്ഷനായി. പിന്നെ ബാലമംഗളം പെട്ടെന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു കഥ തീർന്ന്, ഡിങ്കൻ്റെ ഒരു കഥ തീർന്ന്, ശക്തിവൻ്റെ കഥ സ്കെച്ച് ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കോൺഫറൻസിൽ പറഞ്ഞു, ബാലമംഗളം നമുക്ക് നിർത്താൻ, മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര നഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വിഷമം തോന്നി, കാര്യം ഇത്രയും വർഷമായിട്ടുള്ള ഇതാണ്, കഥാപാത്രമാണ്. പിന്നെ ബാലമംഗളം മറ്റേ ബാലമംഗളം നിർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫറായി, ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫറായി. ഞാൻ അവിടെ ബാലമംഗളത്തിൽ ഡിങ്കൻ തന്നെ പുതിയ കഥ തുടങ്ങി. പിന്നെ അത് തീരുന്നവരെ ഞാൻ റിട്ടയർ ചെയ്ത ശേഷം ഇപ്പോൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. മോഹൻദാസ് ഞാനുമായിട്ട് ചെയ്ത ഒരുപാട് ചിത്രകഥകളുണ്ട്. ഇപ്പോഴും മോഹൻദാസ് വരയ്ക്കുന്ന പല ചിത്രകഥകൾക്കും മോഹൻദാസിൻ്റെ പേരില്ല. അപ്പം ഞാൻ മാജിക് മാലു വരച്ചപ്പോഴും ഞാൻ അതിൻ്റെ പേര് അതിനകത്ത് ഉപയോഗിച്ചിരുന്നില്ല. അതെനിക്ക് തോന്നുന്നത് പലപ്പോഴും ആ പത്രസ്ഥാപനമായിട്ടുള്ളൊരു നമ്മുടെ ഒരു റിലേഷൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അവർ പണം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ ക്യാരക്ടറിൻ്റെ റേറ്റ് ആ സൃഷ്ടിച്ച ആൾക്കോ അല്ലെങ്കിൽ വരച്ച ആൾക്കോ കൊടുക്കാൻ അവർ തയ്യാറല്ല. ഒരിക്കലൊരു പത്രസ്ഥാപനമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളുടെ പേര് വയ്ക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, നിങ്ങളൊരു കൽപ്പണിക്കാരനെ കൊണ്ട് ഒരു വീട് പണിയിക്കും, ആ കൽപ്പണിക്കാരന് വീട് കൊടുക്കും, പക്ഷേ പണിയെല്ലാം തീർന്നു കഴിഞ്ഞ് കൽപ്പണിക്കാരൻ വീടിന് അവകാശം ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ്. പിന്നെ നമ്മുടെ പേര് വയ്ക്കാത്തതുകൊണ്ട് നമുക്ക് സങ്കടമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പേര് വയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ആദ്യകാലത്തൊക്കെ ഒരു വിഷമം തോന്നിയിരുന്നു. പിൽക്കാലത്ത് അങ്ങനെ സങ്കടപ്പെടാൻ നിൽക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജീവനോപാധി എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ പേരിനൊരു പ്രസക്തിയില്ല. അപ്പോൾ മാജിക് മാല നിലനിൽക്കട്ടെ,
മോഹൻദാസും വേണു വാര്യത്തും ചരിത്രത്തിൽ എവിടെയോ മാഞ്ഞു പോകും. അത് അങ്ങനെ പൊക്കോട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഥാപാത്രം എല്ലാ കാലത്തും കുട്ടികളുടെ മനസ്സിൽ കുറേ കാലം, എല്ലാ കാലത്തും അത് നിൽക്കുന്ന പറയാൻ പറ്റില്ല, കുറേ കാലം അത് നിലനിൽക്കും. അതിൻ്റെ ഒരു സന്തോഷം മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആർട്ടിസ്റ്റ് ബേബി, വേണു വാര്യത്ത്, ആർട്ടിസ്റ്റ് മോഹൻദാസ്, ഇവരെ പോലുള്ളവർ ശില്പികൾ തന്നെയായിരുന്നു. ഒരു ജനറേഷൻ്റെ തന്നെ കളക്റ്റീവ് ഇമാജിനേഷനെ വാർത്തെടുത്തതിൽ ഇവരുടെ പങ്ക് ചെറുതല്ല. ഇവരെ പോലുള്ളവർ ചരിത്രത്തിൻ്റെ താളുകളിൽ മാഞ്ഞു പോകാതിരിക്കുവാൻ ഞങ്ങളുടെ ഈ എളിയ ശ്രമം സഹായിച്ചുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. കഥവര കഥകളുടെ ഈ ചരിത്രയാത്ര ഇന്ന് വീണ്ടും എത്തി നിൽക്കുന്നത് അക്ഷരനഗരിയിലാണ്. ഇവിടെ അക്ഷരങ്ങളെയും ചിത്രങ്ങളെയും ലയിപ്പിച്ച് മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ഒരു വ്യക്തിയെ തേടിയാണ് ഞങ്ങൾ എത്തിയത്. അദ്ദേഹം സൃഷ്ടിച്ച ആ 2 വികൃതി കുട്ടികളെയും തേടി. ഭവനമ്മയുടെ തുടക്കമുള്ള കഥ ഞാൻ എൻ്റെ ഫാദറിൻ്റെ ആത്മകഥയിൽ തന്നെ വായിച്ചാണ് എൻ്റെ അറിവുള്ളത്. അപ്പം ഇതൊരു കൃഷിക്കാരൻ്റെ വീടാണ്. എൻ്റെ ഫാദർ കൃഷി. അപ്പം ശരിക്കും പിന്നെ അച്ഛൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ 6 മാസമേ ഉള്ളൂ ഈ കൃഷി. 6 മാസം കഴിയുമ്പോൾ ഇവർ വെറുതെ ഇരിക്കുക. അപ്പം വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കുട്ടനാട്ടിൽ നിന്ന് ഒത്തിരി സാഹിത്യകാരന്മാരും താഴിയാണേലും ഒത്തിരി കലാകാരന്മാരും വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സമയം കിട്ടി. 6 മണി കൃഷി കഴിയുമ്പോൾ പിന്നെ അവർ ഫ്രീ ആണ്. അങ്ങനെ അച്ചാച്ചൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങൾ പേരപ്പൻ എന്നാണ് വിളിക്കുന്നത്. പേരപ്പന് നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ കയറിയിരുന്നു. BA ക്കാരനായിരുന്നു. പുള്ളി മലേഷ്യയിലായിരുന്നു. അപ്പോൾ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും മലേഷ്യ വെച്ച് തന്നെ പുള്ളി ഈ ശങ്കേഴ്സ് വീക്കിലി വരയ്ക്കുമായിരുന്നു. ശങ്കേഴ്സ് വീക്കിലി ഇംഗ്ലീഷ് വീക്കിലിയാണ്. ആ പടം ഇവിടുത്തെ ഇന്ത്യ കാർട്ടൂണിസ്റ്റൊക്കെ പിതാവെന്ന് വിളിക്കാത്ത ഒരാളാണ് ശങ്കർ. അപ്പോൾ ശങ്കേഴ്സ് വീക്കിലി കൂടെയാണ് ഇവിടുത്തെ മലയാളത്തിലെ മിക്ക കാർട്ടൂണിസ്റ്റുകളും വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനും ശങ്കേഴ്സ് വീക്കിലി കൂടെയാണ് വളർന്നത്. എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ പീറ്റർ തോമസ്, KS പിള്ള, ഇവരൊക്കെ ഒരേ പ്രായം. ഇതിൽ ആരാണ് ആദ്യത്തെ മലയാളത്തിലെ കാർട്ടൂണിസ്റ്റ് എന്നുള്ള അറിയത്തില്ല. അത് ചിലപ്പോൾ എൻ്റെ പേരപ്പനായിരിക്കും, ചിലപ്പോൾ KS പിള്ള ആയിരിക്കും. അപ്പം എൻ്റെ പേരപ്പൻ ഇങ്ങനെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ബ്രഷുകളൊക്കെ അതാർക്കും കൊടുക്കത്തില്ല. എന്നുവെച്ചാൽ ഈ ഇതൊക്കെ നിപ്പൊക്കെ ഒടിഞ്ഞു പോകും, സൂക്ഷിച്ചൊക്കെ വെച്ചാണ്. പിന്നെ കട്ടാണ് എൻ്റെ ഫാദർ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും അങ്ങനെ ജ്യേഷ്ഠനെ പോലെ തന്നെ ഒരു വരക്കനായി തീരുകയും ചെയ്തിട്ടുള്ളത്. ഈ വീടാണ് ശരിക്കും വേണ്ട ഭവനമൊളി ജന്മമെടുത്ത വീട് ഇതാണെന്ന് വേണേൽ പറയാം. ചിലപ്പം അന്ന് ഇവിടെ ഇത് നല്ല കാറ്റ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇരുന്നാൽ വരയ്ക്കാനും ഒക്കെ വളരെ സുഖമാണ്. ഞാനിവിടെ മേശയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇരുന്നായിരിക്കാം ആദ്യത്തെ ഭവനമൊളിയൊക്കെ ഉണ്ടായത് വിശ്വസിക്കുന്നു. അപ്പം അതിനു മുമ്പ് ഭവനമൊളിക്ക് മുമ്പ് തന്നെ സത്യദീപം ഇങ്ങനെയുള്ള ഇതിലൊക്കെ വെച്ച് വരയ്ക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ബോബനും മോളിയും എന്ന ക്യാരക്ടർ വന്നത് അത് ഇവിടെ കാണുന്ന ഈ വഴി കൂടെ അത് ആത്മകഥയെ പറയുന്നുണ്ട്. അയൽവക്കത്തെ 2 പിള്ളേർ, അയൽവക്കത്ത് വെച്ച് ഞങ്ങളുടെ റിലേഷൻ തന്നെയാണ്. അവർക്ക് എളുപ്പത്തിന് സ്കൂളിൽ പോകാൻ വേണ്ടി അവർ സാധാരണ പോകുന്ന വഴി കൂടെ അല്ലാതെ ഈ വഴി ചാടിപ്പോവും. പക്ഷേ ഞങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യും, അവിടുത്തെ ഇവിടെ താമസിക്കുന്ന റെസ്ട്രിക്റ്റ് ചെയ്ത് ഇങ്ങനെ ചാടി പോകരുതെന്ന്. പക്ഷെ എന്നാലും അവർ കുറച്ച് കുസൃതികളായിരുന്നു. അവരിങ്ങനെ ചാടിപ്പോയപ്പോൾ ഒരു ദിവസം ഇവർ ചോദിച്ചു, അച്ചാച്ചൻ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ മുഖവും കൂടെ ഒന്ന് വരയ്ക്കാവോ എന്ന് ചോദിച്ചു. അന്നേരം അച്ചാച്ചൻ വരച്ചു കൊടുത്ത അവരുടെ മുഖമായിരുന്നു പിന്നീട് ബോബനും മോളി എന്നൊരു സീരിയൽ തുടങ്ങാൻ നേരത്ത് ആ മുഖം തന്നെയായിരുന്നു അച്ചാച്ചനത് എടുത്തിട്ടത്. എൻ്റെ പടം ഒന്ന് വരച്ച് തരാമോ എന്നാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പടം വരച്ച് തരും. ആ പടം ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കും. എല്ലാവരും പറയുന്നത് അതേപോലെ ആയിരുന്നു കൊച്ചിലെ ഞാനെന്നാണ് പറഞ്ഞത്. പിന്നെ അത് മനോരമയിൽ വന്നു. ഇത്രമാത്രം ഫേമസ് ആയത് ഞങ്ങളെല്ലാ മലയാളികളുടെ മനസ്സിലും വേരൂന്നിയത് ടോംസ് അങ്കിൾ ഒരൊറ്റ ആൾ കൊണ്ട് തന്നെയാണ്. എന്നെ ഓഫ് കോഴ്സ് ചൈൽഡ്ഹുഡിൽ വളരെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും വളരെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആയിരുന്നു ബോബനും മോളിയും. ബോബനും മോളിയും പിന്നെ ഇന്ന് ഞാനത് നോക്കുമ്പോൾ, അന്ന് വായിച്ചു ചിരിച്ചു, ഇന്ന് ഞാൻ ബോബനും മോളിയും നോക്കുമ്പോൾ അതൊരു ഒരു 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 നർമ്മത്തിൻ്റെ സാധനം മാത്രമായിരുന്നില്ല, അത് ഒരു കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു മെറ്റീരിയലാണ്. അത് അന്നത്തെ ഒരു സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, അന്നത്തെ ഒരു കൾച്ചറാകട്ടെ, അന്നത്തെ ഒരു പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എല്ലാം ബോബനും മോളിയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ സത്യത്തിൽ ആ ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്ററിയാണത് നമ്മുടെ കയ്യിലുണ്ടാവുക. ആദ്യത്തെ അച്ചാച്ചൻ എൻ്റെ കോട്ടയത്ത് വെച്ചുള്ള വരകൾ മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഇവിടെ വെച്ചുള്ള വര ഞങ്ങൾ വളരെ ചെറുപ്പമായിരുന്നു, ഞങ്ങൾ അറിയത്തില്ല. അച്ചാച്ചൻ കോട്ടയത്ത് താമസിക്കാൻ വന്ന ശേഷം പിന്നെ ഞങ്ങളുടെ ഊണുമേശ വെച്ചാണ് വരയ്ക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ അമ്മച്ചി ചേർന്ന് ബഹളം നമുക്ക് ഈ ഊണുമേശ എല്ലാം വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ പറയും, ഈ വരയില്ലെങ്കിൽ ഊണുമേശയിലൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പം ഊണുമേശ, അപ്പം ഞങ്ങൾ ഇതിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ആദ്യം മുതലേ വരയ്ക്കുമ്പം എന്തെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കും. ഇന്ത്യൻ ഇങ്ക് വെച്ച് ഇങ്ങനെ ആണ് വരയ്ക്കുന്നത്. ഒരു കുപ്പിക്കകത്ത് മഷിയിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ ആശയം അറിയണമെന്ന് മാത്രമേ ആഗ്രഹം, കഥ വായിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് ഈ 60s 70s അച്ചാച്ചൻ്റെ വര വളരെ ബ്യൂട്ടിഫുൾ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അറിയാം വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നീട് അച്ചാച്ചൻ സ്കെച്ച് പിന്നിലോട്ട് വര മാറ്റി. അത് കൂടുതലും പെട്ടെന്ന് വരയ്ക്കാനും, പിന്നെ ഞങ്ങൾ കോമിക്സ് ഇറക്കിയപ്പോൾ മാസത്തിൽ 30 കാർട്ടൂൺ വെച്ചൊക്കെ വേണമായിരുന്നു. അന്നേരം സ്പീഡ് കിട്ടാൻ വേണ്ടി സ്കെച്ച് പിന്നിലോട്ട് പറ്റി. പക്ഷെ അതിനു മുമ്പുള്ള 60s 70s വരെയെന്ന് പറഞ്ഞാൽ തിക്ക് ആൻഡ് തിൻ ലൈൻസ് ആയിരുന്നു. നമ്മുടെ ആർക്കലക്ഷ്മൻ്റെ ലൈൻസ് അച്ചാച്ചന് വലിയ ഇഷ്ടമായിരുന്നു, ആർക്കലക്ഷ്മൻ. അപ്പോൾ ആർക്കലക്ഷ്മനെ അനുകരിക്കാൻ അച്ചാച്ചൻ്റെ ഒരു ലൈൻസിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ ലൈൻസ് വന്നത്. പക്ഷെ അച്ചാച്ചൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്ന അച്ചാച്ചൻ്റെ ആക്ഷൻ വരയ്ക്കാനുള്ള കഴിവാണ്. ഇപ്പോൾ നമ്മൾ ചാടുകയും ഓടുകയും എടുത്തെറിയുകയും എല്ലാ വിധത്തിലുള്ള ആക്ഷൻസും. ഇത്രയധികം ആക്ഷൻ വരയ്ക്കാനുള്ള വേറൊരു കാർട്ടൂണിസ്റ്റ് ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് എല്ലാ വിധത്തിലും. ഈ സിനിമ ഈ അടുത്ത കാലത്താണ് ഒരു 3-4 വർഷം മുമ്പാണ് ബോബനും മോളി സിനിമ ഞാൻ കാണുന്നത്. ഈ സിനിമ അത് കാണേണ്ടതാണ്. ഒരു ഇൻ ദ സെൻസ് ദാറ്റ് എത്രത്തോളം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കോമിക്കുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ സിനിമ ബോബനും മോളി ആയിരിക്കണം. ആ സിനിമ തുടങ്ങുന്നത് ശശികുമാർ ഡയറക്ടർ സിനിമയാണ്. സിനിമ തുടങ്ങുന്നത് ടോംസിനെ കാണിച്ചുകൊണ്ടാണ്. ടോംസ് ഇങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് ഒരു പേപ്പർ എടുക്കുന്നു, വരച്ചു തുടങ്ങുന്നു, ബോബനും മോളിനെ വരയ്ക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്ന ഒരു പ്രസ്സാണ്, മനോരമ പ്രസ്സാണ്. പ്രസ് ഇങ്ങനെ വരുന്നു, അടുത്ത് സൈക്കിളിൻ്റെ വീല് കാണിക്കുന്നു, മനോരമ കൊണ്ട് എറിയുന്നു, ഒരു കുട്ടി എന്നെടുത്ത് നേരെ അമ്മയ്ക്ക് വിട്ടു കൊടുക്കുന്നു. മനോരമ എടുത്തിട്ട് ആദ്യം ചെയ്യുന്നത് അവസാനത്തെ പേജ് വായിക്കുന്നു. അങ്ങനെയാണ് ആ സിനിമ തുടങ്ങുന്നത്. എനിക്ക് ആ തുടക്കം വളരെ ഇഷ്ടപ്പെട്ടു. സിനിമയിൽ എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. കാര്യം സിനിമയുടെ കുറച്ച് സക്സസ് ഫോമിലെല്ലാം കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത കഥാപാത്രം കൊണ്ടുവന്നു. പക്ഷെ അതിൽ സിനിമയിൽ ഏറ്റവും വ്യക്തമായിട്ട് തോന്നിയത് അതിലെ സ്കൂൾ മാസ്റ്ററിനെ അവതരിപ്പിച്ചത് മുതുകുളം രാഘവൻപിള്ളയാണ്. മുതുകുളം രാഘവൻപിള്ളയുടെ ആ ക്യാരക്ടറും നമ്മളെ കോമിക് വായിക്കുന്നതും ഡിറ്റോ. പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്, പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇല്ല അതിൽ, ഉപ്പായി മാപ്പിള എന്നുള്ള ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇട്ടുണ്ണാൻ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്തു എന്ന് ആലോചിക്കുകയും ചെയ്തു. കാര്യം അടൂർ ഭാസിയുടെ ക്യാരക്ടർ വുഡ് ഹാവ് ബീൻ
മോസ്റ്റ് സൂട്ടഡ് ഫോർ ദ സീൻ. അപ്പി ഹിപ്പി ഇല്ല, അതിന് പകരം ഒരു ബഹദൂർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒരു സർക്കസിൽ നിന്ന് ജോക്കറായിട്ടാണ്. ഇവരിൽ എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ള അത്ഭുതപ്പെട്ടതാണ്. പിന്നീട് വായിച്ചപ്പോൾ മനസ്സിലത് ഈ സിനിമ ഇറങ്ങുന്ന ഏർലി 70s. അന്ന് ഉപ്പായ് മാപ്പിളയായിരുന്നു നമ്മുടെ ബോബിന് മുള്ളി ഉണ്ടായിരുന്ന കഥാപാത്രം. അതിനെന്താ മനോരമയായിട്ട് എന്തോ ഇഷ്യൂ വന്നിട്ട് ഉപ്പായ് മാപ്പിളെ മാറ്റിയിട്ട് അതിനുശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാരക്ടർ വരുന്നത്. പക്ഷേ എന്നാൽ അപ്പി ഹിപ്പി എന്തുകൊണ്ടത് വന്നില്ലെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഹിപ്പി കൾച്ചർ അതിനുശേഷം വന്നുകൊണ്ടായിരിക്കാം. എന്നാലും അതൊരു ആ സിനിമയും ഇത് വായിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അന്നേരമാണ് സിനിമ ഇറങ്ങിയത്. ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തോ ഞാൻ കേട്ടത്, ഞാൻ 3-4 പ്രാവശ്യം സിനിമ കണ്ടു. കാശ് കൊടുക്കേണ്ടതുകൊണ്ട് എല്ലാ ദിവസവും പോയി തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. അന്ന് 7ാം ക്ലാസ്സിൽ പോയി ഞാൻ കുട്ടിയെ സംബന്ധിച്ചുള്ള ആ സിനിമയെപ്പറ്റി എനിക്ക് ഭയങ്കര അഭിപ്രായം. പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞത് അത് ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല, ഒരുമാതിരി പോകുന്നു, അത്ര വലിയ ഹിറ്റൊന്നും ആയിട്ടില്ല എന്നുള്ളതായിരുന്നു ഞാൻ അറിഞ്ഞത്. പക്ഷെ അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മളൊരു മനുഷ്യനെ വെച്ച് ആക്ട് ചെയ്യിപ്പിച്ചാൽ അതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. മനസ്സിലായി? ആ കാർട്ടൂൺ കാണുന്ന രസമുണ്ടല്ലോ. ഇപ്പോൾ അച്ചാച്ചൻ്റെ ഒരു കാർട്ടൂൺ വായിക്കേണ്ട ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ അപ്പുറം ഒരിക്കലും സാധിക്കില്ല. അതിൻ്റെ മാക്സിമമാണ്. മനസ്സിലായി? അതിൽ സൂപ്പറാക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? അത് ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്കും അത് വലിയൊരു, പിന്നീട് പലരും സിനിമ എടുക്കാൻ വേണ്ടി വന്നെങ്കിൽ പോലും അച്ചാച്ചനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒരു സിനിമ ആകാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം വെച്ചാൽ അത് സിനിമയാക്കിയാൽ അത് ശരിയാകത്തില്ല എന്നൊരു അതാണ്. അത് കാർട്ടൂൺ വായിക്കുന്ന രസം ഒരിക്കലും സിനിമയെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് സിനിമകളൊന്നും ഇറങ്ങാനിരുന്നത്. ഞങ്ങളുടെ ഒരു ഇഷ്ടക്കുറവും കൂടെ ആയിരുന്നു. എൻ്റെ ഓർമ്മയിൽ ബോബനും മോളി എന്ന് പറഞ്ഞാൽ ഞാനൊരു ജോയിൻറ്റ് ഫാമിലിയിലാണ് വളർന്നത്. അച്ഛൻ്റെ 3 ബ്രദേഴ്സും അവരുടെ ഫാമിലി ഒരുമിച്ചായിരുന്നു കുറേ നാൾ. അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചൈൽഡ്ഹുഡായിരുന്നു. വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ അനിയനാണ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബോബനും മോളിയായിട്ട് വരുന്നത്. ഈ ഒരു ബോബനും മോളി എനിക്ക് തോന്നുന്നൊരു 10-14 പേരുണ്ടായിരുന്നു. ഒരു ബോബനും മോളി എല്ലാവരും വായിക്കും. അപ്പം നമ്മൾ ക്യൂവിലാണ്, കുട്ടികൾക്കൊക്കെ അവസാനമേ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ വലിയ ആൾക്കാർ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ സൈഡിൽ പോയിട്ട് കഴിഞ്ഞോ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇപ്പോഴും ആലോചിക്കും. ഇന്നത്തെ കാലത്ത് ഒരു ബുക്ക് ഒരു വീട്ടിലിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വായിക്കുന്നതിൻ്റെ ഒരു TV വന്നപ്പോൾ പോയ ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഭയങ്കര നല്ല മെമ്മറി ഓഫ് ബോബനും മോളിയും അതാണ്. എനിക്ക് ബോബനും മോളി ഇപ്പോഴും ഐ റിമെമ്പർ വൺ പെർട്ടിക്കുലർ സ്ട്രിപ്പ്, ഐ ഡോണ്ട് നോ വൈ. അതിലൊരു പൊളിറ്റീഷ്യൻ ഇവരുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം റോഡ് മുഴുവൻ ഇങ്ങനെ ആൾക്കാർ നിരന്നിരിക്കുകയാണ് പുള്ളിയെ കാണാൻ. ഐ തിങ്ക് ഇത് ഒരു അറഗൻ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ആ പോലീസുകാരെയൊക്കെ ബേസിൽ ആയിട്ട് ഇങ്ങനെ തെറിയോറിന് ഇങ്ങനെ പോലീസുകാരിങ്ങനെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോബനും മോളിയും ഇങ്ങനെ ആരോ പോടാ പട്ടി എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻ അത് കേട്ടു. എന്നിട്ട് അത് ആരാന്ന് പോയി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ SI വന്നിട്ട് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു അവരോടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്, ആ പോലീസുകാരൻ അവരുടെ അടുത്ത് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഹി ലൈക്ക് ദ ഫാക്ട് ദറ്റ് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാ ഞാൻ പിള്ളേര് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. ഐ കാൺട്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് മൈ മൈൻഡ്. ദാറ്റ് ഇമേജ് ഇസ് സ്റ്റിൽ ഇൻ മൈ ഹെഡ്. ഇപ്പോഴും നമ്മൾ ഇന്ത്യൻ ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ ബോബനും മോളി കാണുമ്പം ഒരെണ്ണം എടുക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എൻ ഓൾഡ് മെമ്മറി. അതൊരു നൊസ്റ്റാൾജിയ അല്ല ശരിക്കും. I don't know, some things from your childhood you can't erase from your mind. The jokes are still funny. The jokes are still funny. They are still funny. I think I love that black and white. എനിക്കൊന്ന് പണ്ടത്തെ പ്രിന്റ് ക്വാളിറ്റിയും ന്യൂസ് പ്രിന്റ് ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ക്യാരക്ടേഴ്സിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ചെറിയ ഡീറ്റെയിലിങ്സ് ഒന്നും ഇല്ലാത്ത ഫേസിൽ ആ ചേട്ടത്തിയുടെ ഒക്കെ മുഖത്ത് വരുന്ന ദേഷ്യമൊക്കെ എന്ത് കറക്റ്റ് ആയിട്ടായിരുന്നു വരച്ചിരുന്നത്. ശരിക്കും ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് കൂട്ടുകാരും നീയൊക്കെ കാണിച്ചു വെച്ച് തന്നെയാണല്ലോ നിൻ്റെ അപ്പം വരയ്ക്കുന്ന ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അത്രയ്ക്കല്ല ഞാൻ പറയാം, തമാശ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ള പല സംഭാഷണങ്ങളും എൻ്റെ അമ്മച്ചി സംസാരിക്കുന്ന സെയിം സെൻറ്റൻസ് അത് തന്നെ അച്ഛൻ ചേട്ടത്തിയായിട്ടും അല്ലെങ്കിൽ ബോബനമ്മയുടെ അമ്മയായിട്ട് സംസാരിക്കുന്നു. ഞങ്ങൾ അയ്യോ അമ്മച്ചി ഇന്നലെ പറഞ്ഞ സെൻറ്റൻസ് ആണല്ലോ അതെൻ്റെ അച്ഛൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങളിങ്ങനെ പറയും. പക്ഷെ അച്ഛൻ്റെ ഏറ്റവും എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയിരിക്കില്ല, വീട്ടിലൊരു പ്രശ്നം വന്നു, നമ്മളത് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും. പക്ഷേ അച്ചാച്ചൻ അതിൽ നിന്ന് എങ്ങനെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് അച്ഛൻ ആലോചിക്കുന്നത്. ശരിക്കും ഒരു 24 hours എങ്ങനെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കാം, അങ്ങനെ ഒരു കാർട്ടൂണിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ വേറൊന്നുമില്ല. മനസ്സിലെ
കാർട്ടൂൺ മാത്രം വേറൊന്നും എന്തെങ്കിലും അമ്മച്ചി തന്നെ പറയും, അയ്യോ ഇതിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, കാർട്ടൂൺ വരയ്ക്കാൻ വേണ്ടി മാത്രം. പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. അച്ചാച്ചൻ എന്നും ഇപ്പോൾ ഇപ്പോൾ ഒരു കടയിൽ കയറിയാലും എവിടെ കയറിയാലും കാർട്ടൂണിൻ്റെ ഐഡിയ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ബോബനും മോളിയായിരുന്നു. അതിൽ നിന്നുള്ള അതിൻ്റെ ഹ്യൂമർ ഒത്തിരി സ്റ്റിക്ക് ഓൺ ചെയ്തു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഹ്യൂമർ മാഡ് മാഗസീനിലൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ബോബനും മോളിയുടെ അന്നത്തെ മലയാളം പൺസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ മലയാളം സിനിമയിലും അതൊത്തിരി വരാൻ തുടങ്ങി, നമ്മുടെ മിമിക്രിയിലും അതൊത്തിരി കാണാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു. അതായത് ഇങ്ങനെ ബോബനും മോളി ലോട്ടറി ഫസ്റ്റ് പ്ലേസ് കന്നഡ, അപ്പം എല്ലാവരും പൈസ കൊടുത്ത് ലോട്ടറിക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇതെടുത്ത് സമ്മാനം കൊടുക്കാൻ പോകുമ്പോൾ അവർ രണ്ടും വീട്ടിൽ ഇങ്ങനെ കണ്ണടച്ചാണ്. അപ്പോൾ അങ്ങനത്തെ പൺസൊക്കെ ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ ലോട്ടറി മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, നെയ്ബേഴ്സ് എല്ലാം ആയിട്ട്. അവസാനം ഒരു അച്ഛന് തൊടൽ കിട്ടി, തൊടൽ കമ്മൽ കന്നഡ ആയിരുന്നു. അച്ഛനിങ്ങനെ അയ്യോ കന്നഡ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം പുള്ളിക്ക് തൊടൽ കിട്ടി. ഈ ബോബനും മോളി എന്ന് പറയുന്ന സംഭവത്തിനുള്ള സോഷ്യൽ സറ്റയറാണ്. പല ഇതിലും നമുക്ക് കാണാം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 1975 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിപ്പീസാണ്. ഹിപ്പീസ് എന്ന് വെച്ചാൽ ഞാനടക്കമുള്ള ചെറുപ്പക്കാരൊക്കെ, പിന്നെ ചെറിയ കുട്ടികളടക്കം, പിന്നെ ചില ആൾക്കാരുടെ സ്വാധീനം കൊണ്ട് നമ്മൾ മുടിയൊക്കെ വളർത്തിയിട്ടൊക്കെയാണ് നടന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് കാലഘട്ടത്തിലെ ഹിപ്പികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹിപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെ നമ്മൾ ഈ പിന്നെ ബോബനും മോളിയിൽ കാണുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇപ്പോൾ ഏതൊരു എപ്പിസോഡ് എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ പിന്നെ ചില സമയത്ത് സോഷ്യൽ ഈവിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ഇൻസിഡൻസ് ആയിരിക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. ചിത്രകല മാത്രമല്ല, അതിലുള്ള ഉള്ളടക്കവും നമുക്ക് വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് കുട്ടികളായ നമുക്കൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നീട് ഈ ബോബനും മോളിയുടെ പിന്നെ ബുക്കുകൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യമാണ്. നമ്മൾ ഒരു വായിക്കുന്നതിൻ്റെ വായനക്കാരുടെ ബാക്ക്ഗ്രൗണ്ടും, ഞാൻ വളർന്നത് ഒരു സിറ്റിയിലാണ്, സിറ്റി ബേസ്ഡ് സ്കൂളിലാണ് പഠിച്ചതും ആണ്. അന്നത്തെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ 60s ഇറങ്ങിയ കഥകളാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. അതിലൊരു ഒരു ഒരു വലിയ ഹ്യൂമറൊന്നും ഞാൻ എൻ്റെ അത് കണ്ടില്ല. പിന്നെ ടോംസിൻ്റെ കുറച്ച് അന്നത്തെ രാഷ്ട്രീയ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കാര്യങ്ങളെപ്പറ്റി പുള്ളി സാറ്ററൈസ് ചെയ്തു തരുന്നു. അത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഇത് വായിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ അന്ന് നടന്ന ഏതെങ്കിലും കോഴ കേസ് അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ പറഞ്ഞിട്ടുള്ള ഒരു വിഡ്ഢിത്തം, അത് അന്നത്തെ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ ഇത് മനസ്സിലായി. ഇല്ലെങ്കിൽ ആ കാര്യം അറിഞ്ഞിരിക്കണം. അതായിരിക്കും ഒരു പക്ഷേ അന്ന് എനിക്ക് ബോബനും മോളിലെ വലുതായിട്ട് അട്രാക്ട് ചെയ്യാത്തത്. പക്ഷെ പിന്നീട് അത് വന്നപ്പോൾ ഒരു ചില തമാശകൾ കുറച്ചുകൂടി പ്രായമായപ്പം, ഇപ്പോൾ അതിൻ്റെ അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബോബനും മോളിൽ ഒരു കഥ ഓർമ്മയുണ്ട്. ഒരു പള്ളിയിലെ അച്ഛൻ്റെ അടുത്ത് ഒരമ്മ വന്നു പറയുന്നു, മകൻ പോക്കാണ്, എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. അപ്പോൾ പള്ളിയിലെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവൻ്റെ പുരോഗതി എന്ന് നോക്കാമെന്നുണ്ട്. ഒരു ബൈബിള്, ഒരു കുപ്പി റമ്മ, കുറച്ച് പൈസ വെക്കുന്നു. ഇതിൽ ഏതെടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ പോവും. പൈസ എടുക്കുകയാണെങ്കിൽ ബിസിനസ്സിലേക്ക് പോവും, ബൈബിൾ എടുക്കുകയാണെങ്കിൽ നല്ല വളരെ സാത്വികനായിട്ട് പോയിക്കോളും. മറ്റേ എടുക്കുകയാണെങ്കിൽ കാര്യമില്ല, പുള്ളി നശിച്ചു പോവും. നോക്കാമെന്നുണ്ട്, ഇത് വയ്ക്കുന്നു. അപ്പോൾ ഇതേ വരുന്നു, റൂമിൽ വരുന്നു, ഇത് 3 എടുത്തുകൊണ്ട് പോകുന്നു. അയ്യോ ഇവൻ രാഷ്ട്രീയക്കാരനാവും. ഇതിൻ്റെ ആ തമാശ എനിക്ക് അന്ന് വായിച്ചപ്പോൾ മനസ്സിലായില്ല. പക്ഷേ പിന്നീട് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു 10-15 വയസ്സ് കഴിയുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു തമാശ മനസ്സിലാകാം. അതുപോലെ വേറെ ഉണ്ടായിരുന്നു. അത് ചിലപ്പം വേറെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോബന് ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നു, വേണ്ട നീ ബിസിനസ് ചെയ്യണ്ട. അപ്പോൾ ബോബൻ പറഞ്ഞു, എന്നാൽ ശരി ചെയ്തേ പറ്റുള്ളൂ, എന്നാൽ ശരി നീ വാ എന്നുണ്ട്. ബോബനെ കൊണ്ട് വീടിൻ്റെ മേൽക്കൂരയിൽ കൊണ്ട് നിർത്തുന്നു. എന്താണ്, നീ അപ്പൻ്റെ കയ്യിലേക്ക് ചാടറ, ഞാൻ പിടിച്ചോളാം. അയ്യോ അപ്പ ഞാൻ വീഴില്ലേ? ഇല്ലടാ നിൻ്റെ അപ്പനെ പറയാം, ഞാൻ പിടിച്ചോളാം, നീ ചാടറാന്ന് പറഞ്ഞിട്ട് ബോബൻ ചാടുന്നു. ഇദ്ദേഹം മാറുന്നു. അപ്പോൾ ബോബൻ ചാടി വീഴുന്നു. ഇതാണ് ബിസിനസ്സിലെ ആദ്യത്തെ പാഠം, സ്വന്തം തന്തയെ പോലും വിശ്വസിക്കരുത്. ഇതെല്ലാം എനിക്ക് ഈ 8 വയസ്സിൽ തന്നെ 10 വയസ്സിൽ വായിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ തമാശ വലുതായിട്ട് ഞാൻ ഉൾക്കൊണ്ടില്ല. പിന്നീട് വായിച്ചപ്പോഴാണ് അതിൻ്റെ തമാശ, ആ വരച്ചിരിക്കുന്ന രീതി എല്ലാം കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് പട്ടി ഏതൊക്കെ ഫ്രെയിം വരുന്നുള്ളത്. ബോബനും മോളിൽ പട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രെയിമിനും ഉണ്ട്.
അങ്ങനത്തെ അതെല്ലാം നമ്മൾ ഇപ്പോൾ ഈ സൈഡ് ക്യാരക്ടേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വളരെ രസമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ഹ്യൂമർ എന്ന് പറയുമ്പം നമ്മളെല്ലാവരും പറയും എന്തൊരു ഐഡിയ ആണ്, നല്ല ഐഡിയ ആണല്ലോ. നമ്മളെ ഐഡിയ എപ്പോഴും നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് വരണമെന്നില്ല. നമുക്ക് ഐഡിയ പലയിടത്തുനിന്നും കിട്ടാം. നമ്മൾ ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ വേറെ ആൾ പറയുന്ന ഐഡിയ കിട്ടാം. അങ്ങനെ പലയിടത്തുനിന്നും നമ്മളൊരു പത്ര ഓഫീസ് ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പലരും പറയുന്ന ഐഡിയ കിട്ടും. പക്ഷെ അതൊരു കാർട്ടൂൺ ആക്കുമ്പം ആ ഐഡിയ അല്ല കാർട്ടൂണ്, അത് ഒരു വേറെ ഇതിൽ ആ പ്രസൻറ്റേഷൻ, അതിലാണ് അച്ഛൻ്റെ ആ പ്രസൻറ്റേഷനിലാണ് ഇരിക്കുന്നത്. അതിൽ വളരെ ആ ഐഡിയ എടുത്ത് വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് അവതരിപ്പിക്കുമ്പോഴാണ് അതിലാണ് ആ കഴിവിരിക്കുന്നത്. അച്ഛൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് വെച്ചാൽ ആ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവിലാണ് ഞാൻ പറയുന്നത്. ഒരു ഐഡിയ ചിലപ്പോൾ പലയിടത്തു നിന്ന് കിട്ടിയിരിക്കും. ഇപ്പം അച്ഛന് 87ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോൾ 87 വയസ്സ് വരെ അച്ചാച്ചൻ കാർട്ടൂണുകൾ വരച്ചുകൊണ്ടിരുന്നു മുടക്കമില്ലാതെ. സാറിന് പലർക്കും പല കാർട്ടൂൺ സാധിച്ചില്ല. അബൂബ്രാം 60ാമത്തെ വയസ്സിൽ കാർട്ടൂണുകളെല്ലാം നിർത്തി പുള്ളി ഇവിടെ ചെങ്ങന്നൂർ മാവേലിക്കലുള്ള വീട്ടിൽ താമസിക്കുന്നു. പുള്ളി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെ രാജിവെച്ച് പറ്റും. പലരും പല കാർട്ടൂൺസിലും വലിയ ഫേമസ് ആയ വിശ്വാസമാണെങ്കിലും ആരാണെങ്കിലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇവർക്ക് ഐഡിയ കിട്ടാതെ വരും, ഇവർ ആ രംഗത്തൊന്നും മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അച്ചാച്ചൻ അവസാനം വരെ വരച്ചു. അതിനൊരു റീസണായിട്ട് ഞാൻ കാണുന്ന അച്ചാച്ചൻ ഇപ്പം എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നടക്കുകയും അച്ഛൻ ഷട്ടിൽ ട്രെയിനിൽ അന്ന് അച്ഛൻ തന്നെ അച്ഛൻ്റെ ആത്മകഥ പറയുന്നുണ്ട്. അച്ഛൻ ചിലപ്പോൾ ഐഡിയാസ് കിട്ടാതെ വരുന്ന അവസരത്തിൽ അച്ഛൻ വെറുതെ കോട്ടയം എറണാകുളം ഷട്ടിലിൽ കയറും. ഒന്ന് രാവിലെയുണ്ട് വൈകുന്നേരമുണ്ട്. ഈ ഷട്ടിൽ ട്രെയിനിൽ ഒത്തിരി ജോലിക്കാർ, ഗവൺമെൻറ് ജോലിക്കാരുണ്ട്, മറ്റു ഒത്തിരി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതാണ്. ഇവരെല്ലാം അന്നത്തെ എന്താണ് അന്ന് പ്രധാന വിഷയം, ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ കാണുമല്ലോ, പൊളിറ്റിക്കലായിട്ടോ സോഷ്യൽ എന്തെങ്കിലും വിഷയങ്ങൾ, ആ വിഷയത്തെപ്പറ്റി ആയിരിക്കും അവരെല്ലാം ഡിസ്കസ് ചെയ്യും, ചിരിക്കും. അങ്ങനെ അച്ഛൻ അവരുടെ കൂടെ കൂടുകയും അവരുടെ കൂട്ടത്തിൽ കമൻറ്റ് പറയുകയും എല്ലാം ചെയ്യുമ്പോൾ അച്ഛൻ അവിടുന്ന് ഒരു കാർട്ടൂണിനുള്ള, ചിലപ്പോൾ ഒരു കാർട്ടൂണാണോ 3-4 കാർട്ടൂണാണോ എന്നല്ല, പല കാർട്ടൂണുകൾക്കുള്ള ഐഡിയ കൊണ്ടാണ് അച്ഛൻ തിരിച്ചിറങ്ങുന്നത്. ബോബൻ്റെയും മോളിയുടെയും കഥകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ടോംസിന് പക്ഷേ 1980കളിൽ ഒരുപാട് ആകുലതകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. 1980കളിൽ ബോബനും മോളിയുടെയും പിതൃത്വം ചോദ്യം ചെയ്യപ്പെട്ടു. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ പേരിൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും സുപ്രസിദ്ധ കേസുകളിലൊന്നായ മനോരമ വേഴ്സസ് ടോംസ് സുപ്രീം കോടതിയിൽ അരങ്ങേറി. 1980ലാണ് ഞങ്ങളുടെ വലിയൊരു ട്രാജഡി ഞങ്ങളെ സംബന്ധിച്ചുള്ള ബോബനും മോളി സംബന്ധിച്ചുണ്ടാകുന്നത്. മനോരമ വീക്കിലിയായിരുന്നു 30 വർഷം ബോബനും മോളിയും പ്രസിദ്ധീകരിച്ചു വന്നത്. അന്ന് ബോബനും മോളിയും വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ടൈമായിരുന്നു. ബോബനും മോളിയും വായിക്കാൻ വേണ്ടി മാത്രം മനോരമ വായിക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. മറ്റേയൊക്കെ ഒരു ഭയങ്കര കഥകളുണ്ടായിരുന്നു. പക്ഷേ ബോബനും മോളിയും മാത്രം വായിച്ച് നിൽക്കുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ബോബനും മോളിയും അത് മനോരമയുടേതാണ് എന്നുള്ള രീതിയിൽ മനോരമ ഒരു ഫൈറ്റിന് വേണ്ടി, ഒരു കോപ്പറേറ്റീവ് സംബന്ധമായ ഫൈറ്റിന് വേണ്ടി വന്നത്. ബോബനും മോളിയും എൻ്റെ അച്ഛനെ സംബന്ധിച്ചോളം ഒരിക്കലും വിട്ടുകൊടുക്കാൻ വയ്യാത്തൊരു സംഗതിയായിരുന്നു. എന്നാൽ മനോരമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഇതായിരുന്നു. മനോരമയെ ഒരിക്കലും ദുഃഖിപ്പിക്കാനും ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മനോരമ എന്നൊരു വലിയൊരു ശക്തിയോട് മത്സരിക്കാനും അച്ഛനൊരു പേടിയായിരുന്നു. ഇതിൽ കേസ് വഴക്കുന്ന ചെയ്തെങ്കിലും പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഒരു കേസിലോട്ട് വഴക്കിലേക്കോ പോയി കഴിയുമ്പോഴല്ലോ നമ്മുടെ ക്രിയേറ്റിവിറ്റി അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നല്ലൊരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അച്ഛനെപ്പോഴും പറയും, അച്ഛന് ഒരു ഏജൻറ്റ് പൈസ തന്നില്ല അങ്ങനെ എന്തെങ്കിലും. ഇപ്പം ഞാനാണ് അവിടുത്തെ ഓഫീസിലെ കണക്കുകളും കാര്യങ്ങളും നോക്കിയത്. അപ്പം ഞാൻ അച്ഛനോട് പറയണം, അച്ഛൻ ഇന്ന അതിൻ്റെ ഇത്ര രൂപ തരാറുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ മൂഡ് ഓഫ് ആവും. ഞങ്ങളത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അച്ഛൻ്റെ മൈൻഡ് എപ്പോഴും നല്ല ഫ്രഷായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളത് ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ആവശ്യമില്ലാത്ത സംഗതികളൊന്നും പറയത്തില്ല. പക്ഷേ ഈ കേസ് അച്ഛനെ വളരെയായിട്ട് ഇതാക്കി. മാത്രമല്ല ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അവർ കേസ് ജയിക്കാൻ വേണ്ടി ഇതിൻ്റെ ഐഡിയാസ് എല്ലാം അവർ കൊടുത്തതാണ്. അവിടെ ഒരു ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയാണ് ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ രീതിയിലുള്ള അത് കേസ് ജയിക്കാൻ വേണ്ടി ആയിരുന്നു. അപ്പം ആദ്യം കേസ് വന്നപ്പോൾ തന്നെ ജഡ്ജി ചോദിക്കുമായിരുന്നു, നമ്മൾക്കറിയാം ഓതർ എൻ്റെ ഫാദർ ടോംസാണ് ഓതർ, പബ്ലിഷർ മനോരമയാണ്. അപ്പോൾ ഇവർ കൊടുത്താൽ എന്തെങ്കിലും ഓതർ ഞങ്ങളാണ്, പബ്ലിഷർ ഞങ്ങളാണെന്ന് ഉള്ള രീതിയിലാണ് അവർ കേസ് കൊടുത്തത്. അപ്പോൾ ജഡ്ജി ഇതെന്നാ ഇങ്ങനെ പറയുന്നത്, ഓതർ ടോംസ്, പബ്ലിഷർ നിങ്ങൾ.
അപ്പം അവർക്കറിയാം ഓതറിനുള്ള റൈറ്റാണ് അവർക്ക് വേണ്ടത്, മനസ്സിലായി. ഓതറിന് ചില റൈറ്റുകളുണ്ട്, ആ റൈറ്റാണ് അവർക്കുണ്ട്. അപ്പം അതിനു വേണ്ടിയാണ് അവർ ഇതെല്ലാം കൂടെ ഒരു കൂലി എടുത്തതിനാണ് ഞങ്ങൾ കയ്യെ പിടിച്ചിങ്ങനെ ടോംസിനെ കൊണ്ട് ഇങ്ങനെ വരപ്പിക്കുന്ന ഒരാൾ. ഞങ്ങളുടെ ആശയം, ഞങ്ങളുടെ ഇത് എല്ലാമാണ് ബാക്കിൽ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഓതർ ആകാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അത് ഒരിക്കലും ക്ഷമിക്കാവുന്ന ഒരു തെറ്റല്ല, അത് വലിയൊരു തെറ്റാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അച്ഛൻ അതും ക്ഷമിച്ചു. അച്ഛൻ തന്നെ പറഞ്ഞ അച്ഛൻ്റെ ആത്മകഥ തന്നെ പറയുന്നുണ്ട്, മനോരമ പോലത്തെ വലിയൊരു സ്ഥാപനത്തിന് ഒരു എഴുത്തുകാരൻ്റെ അടുത്ത് തോക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സങ്കടമാണ്, അത് വളരെ പ്രയാസമാണ്. പിന്നെ പ്രശ്നം തീർന്നു, ബോബനുമോളി ഞാൻ കിട്ടിയപ്പം അച്ഛൻ പറയും, നമ്മുടെ ഉദ്ദേശം മനോരമയെ മോശമാക്കുകയോ അതൊന്നും നമ്മുടെ ഉദ്ദേശമല്ല, നമുക്ക് നമ്മുടെ സാധനം കിട്ടണം, അത് കിട്ടി. മറ്റൊന്നും കാര്യങ്ങളൊന്നും നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. ബോബനുമോളി അച്ഛൻ മരിച്ച ശേഷം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ്, അച്ഛൻ മരിക്കുന്ന വരെ ഫ്രഷ് കാർട്ടൂണാണ്, അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് ഫ്രഷ് കാർട്ടൂൺസാണ്. പക്ഷേ എങ്ങനെയെന്ന് അതിൽ അച്ചാച്ചൻ മരിക്കുന്ന സമയത്ത് അച്ഛന് മരിക്കാൻ മേലെ 250 കാർട്ടൂണോളം അച്ചാച്ചൻ വരച്ച് വെച്ചിട്ടാണ് അച്ചാച്ചൻ ഇങ്ങനെ ബെറ്ററായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് കിട്ടിയ പോലെ ഇത്രയൊന്നും കാർട്ടൂൺസൊന്നും അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു 2 കൊല്ലത്തേക്ക് ഓടിക്കാനുള്ള കാർട്ടൂൺ വരെ അച്ഛൻ തയ്യാറാക്കി വെച്ചിട്ടാണ് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ബോബനുമോളിയും പബ്ലിക്കേഷൻ നിർത്തേണ്ടതായ അവസ്ഥയൊന്നും വന്നില്ല. ആ കാർട്ടൂൺസ് തന്നെ ഇതൊക്കെയും മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ കാർട്ടൂൺസ് വരയ്ക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമയമുണ്ടായിരുന്നു ആലോചിക്കാനും ചെയ്യാനും. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം അച്ചാച്ചൻ്റെ കാർട്ടൂൺ, അതിൻ്റെ സ്റ്റൈല്, അതിന് ഒത്തിരി ആരാധകർ. അത് നമ്മളാരെങ്കിലും കൈകൊണ്ട് തൊട്ട് അത് മോശമാക്കി കളയുമെന്നൊരു വലിയൊരു ഭയം എനിക്കൊരുണ്ടായിരുന്നു. അതുകൊണ്ട് അത് സൂപ്പറായിട്ട് അങ്ങനെ നിൽക്കട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇപ്പോഴും. നല്ല നർമ്മത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അത് കാലത്തിന് എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. ബോബൻ്റെയും മോളിയുടെയും ടോംസ് അന്ന് എഴുതിയ കഥകൾ വായിച്ച് ഇന്നത്തെ കുട്ടികളും ചിരിക്കുന്നു, കുട്ടിത്തം നഷ്ടപ്പെടാത്തവരും ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ ചിരികളാവാം ടോംസ് എന്ന ആ മഹാകലാകാരൻ്റെ യഥാർത്ഥ ലെഗസി. കഥവര കഥകളുടെ ഈ ചെറിയ യാത്രയിൽ കേരളത്തിലെ കോമിക്സിൻ്റെ ചരിത്രം രേഖപ്പെടുത്താൻ ഞങ്ങളെ സഹായിച്ച ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു. അവരുടെ കുട്ടിക്കാലം സൂക്ഷിക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ അവർ അറിഞ്ഞില്ല അവരൊരു തലമുറയുടെ തന്നെ കുട്ടിക്കാലം സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നുവെന്ന്. ഈ എപ്പിസോഡ് അവർക്കുള്ളതാണ്. ഈ എപ്പിസോഡ് കോമിക് കളക്ടേഴ്സിനുള്ളതാണ്. ഒരു 5 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് 4 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ടിങ്കിൾ കൈ കിട്ടുന്നത്. ടിങ്കിളും അതേ സമയത്ത് തന്നെ പൂമ്പാറ്റയും അച്ഛൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീട്ടിൽ. അപ്പോൾ വീട്ടിൽ ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം മിക്കപ്പോഴും ഒരേ ദിവസം തന്നെയാണ് ഇതെത്തുന്നത്. ഏതാദ്യം വായിക്കണം, പൂമ്പാറ്റ വേണോ ടിങ്കിൾ വേണോ? കവർ പേജിൽ കാളി അല്ലെങ്കിൽ ഡോട്ട് ഡിറ്റക്റ്റീവ് രഞ്ജ ഉണ്ടെങ്കിൽ ഞാൻ ടിങ്കിളിലേക്ക് പോകും. ഇല്ലെങ്കിൽ ആദ്യം കപീഷാണ്. എൻ്റെ മലയാളം വായനയിലെ ആദ്യത്തെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപീഷാണ്. പിന്നെ സ്കൂളിൽ അന്ന് ആ സമയം വരുന്നൊരു കോമിക്കായിരുന്നു ബാലരമ. ബാലരമയിലെ ആ സമയത്തൊരു 83-84 സമയത്താണെന്ന് തോന്നുന്നു മായാവി വരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മായാവി, ഡിങ്കൻ, കപീഷ് ഇവർ മൂന്നുപേരും ഇല്ലാത്തൊരു ലൈഫിനെ പറ്റി ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു.
അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴാണ് ഇന്ദ്രജാൽ കോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഫാൻറ്റം, മാൻഡ്രേക്ക്. അന്ന് എനിക്ക് മാൻഡ്രേക്ക് ആയിരുന്നു കൂടുതൽ താല്പര്യം. ഒന്ന് മാൻഡ്രേക്കിൻ്റെ വക മാജിക് ഉണ്ട്, ലോതറിൻ്റെ വക സ്ട്രെങ്ത്തും ഉണ്ട്. ഫാൻറ്റം സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ദ്രജാലിൻ്റെ ഒരു വലിയ ഫാനായി മാറി. എനിക്കൊന്നൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ അത് റിലീജിയസ് ആയിട്ട് എല്ലാം ഒന്നുപോലും വിടാതെ വായിക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഫാൻറ്റം, മാൻഡ്രേക്ക്, ഫ്ലാഷ് ഗോർഡൻ, ബഹദൂർ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കോമിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കോമിക്ക് വായിക്കുക എന്നുള്ള. അത് മാറി ഞങ്ങളുടെ സ്കൂളിൻ്റെ പഠിച്ചൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ബ്ലോഗിൽ ഞങ്ങളുടെ സീനിയർ ഒരു പയ്യൻ ചേരുന്ന ഒരു ബ്ലോഗാണ്. അതിലൊരു ദിവസം നോക്കിയപ്പോൾ വിനീത് എബ്രഹാം എന്ന് പറഞ്ഞൊരു സ്കൂളിൽ 77 പാസ്സായിട്ട്, ഞാൻ ജനിക്കുന്ന വർഷം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തെ പറ്റി ഇരിക്കുന്നു. ഹി വാസ് നോൺ ആസ് കൊടുത്ത ഫാൻറ്റം ഓഫ് കോമിക്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഈ ഓർക്കുട്ട് ഉള്ള സമയമാണ്. ഞാനെന്തോ കോൺടാക്ട് ചെയ്തു, അദ്ദേഹം റിപ്ലൈ ചെയ്തു, വി ഷാൽ മീറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ എന്നുകൊണ്ട് ഞാൻ എന്തോ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡൽഹി പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വിനീച്ചേട്ടനെ കാണുന്നത്. സംസാരിച്ച് വന്നപ്പോൾ ചേട്ടൻ വന്ന് പറഞ്ഞു, ഞാൻ എവിടെ താമസിച്ചത്, ഞാൻ കവടിയാർ എന്നുള്ള സ്ഥലത്ത് വന്നു. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നത് എൻ്റെ ഫാമിലി ഹൗസിൻ്റെ 2 വീട് അപ്പുറത്താണ്. പക്ഷേ ഹി ലെഫ്റ്റ് ദർ ഇൻ 76 or 77 ആയപ്പോൾ അവിടെ നിന്ന് പോയതാണ്. ഞാൻ ഒരു ഡിഫറെൻറ്റ് ടൈം ലൈൻസ് ഇല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് കോമിക് കളക്ടർ എൻ്റെ വീടിൻ്റെ 3 വീടപ്പുറത്താണ് താമസിച്ചിരുന്നത്. ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് കളക്ടിങ് കോമിക്സ്. ഞാൻ ഫാദർ കൊണ്ടുവന്നിരുന്ന കോമിക്സ് വളരെ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഫാദറുടെ കയ്യിലും ബുക്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു, അമ്മയുടെ കയ്യിലും ബുക്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോമിക്സ് ഇങ്ങനെ ഫാദർ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അമ്മ പറയുന്നത് വളരെ സൂക്ഷിച്ച് വെക്കണം, കെയർഫുള്ളായിട്ട് വെക്കണം, കീറാണ്ടും വേറെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സാധനം പോകുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ 50 കോമിക്കിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം കൂടുതലും ഗോൾഡ് കീ കോമിക്സ് ആയിരുന്നു. 50 കോമിക്സിൻ്റെ കളക്ഷനായിരുന്നു. ആ കളക്ഷനായിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾ ബെൽഹേവനിൽ താമസിച്ചിരുന്നപ്പോൾ അവിടെ ഞാൻ ലോയോള സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ചേർന്ന് അവിടുത്തെ സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ കയ്യിൽ കോമിക്സ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരാളോട് പറഞ്ഞു. അവിടെ ഒരു പഞ്ചാബി ഒരു പയ്യനുണ്ടായിരുന്നു, ബോബി എന്ന് പറഞ്ഞ്. അപ്പോൾ അവനും കോമിക് ഫാനായിരുന്നു. അപ്പോൾ അവൻ ഇപ്പോൾ കോമിക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് ജവഹർ നഗറിലാണ് താമസിക്കുന്നത്, ഞാനൊരു ദിവസം വീട്ടിൽ വരാം, എനിക്ക് കോമിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി, കാരണം അമ്മ സമ്മതിക്കില്ല കോമിക്സ് ആർക്കും കൊടുക്കാനായിട്ട്. ഞാൻ ശരി നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കറക്റ്റ് ആ ശനിയാഴ്ച രാവിലെ തന്നെ ഇവൻ വീടിൻ്റെ വെളിയിൽ വന്ന് വിളിച്ചു, ബോബി. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോബി എന്ന് പറയുന്ന ഒരു പഞ്ചാബി ഒരു ആർമി ഓഫീസറുടെ മകനാണ്. ആ ആർമി ഓഫീസർ തിരുവനന്തപുരത്ത് പോസ്റ്റഡ് ആയിരുന്നു അന്ന്. അപ്പോൾ ബോബി വന്ന് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് കോമിക്സ് ആണ്. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ 1-2 കോമിക്ക് തരാം, എൻ്റെ അമ്മ ആർക്കും കൊടുക്കാൻ സമ്മതിക്കാറില്ല. അപ്പോൾ അവൻ പറഞ്ഞില്ല, 1-2 കോമിക്കല്ല, എനിക്ക് ആ കംപ്ലീറ്റ് കളക്ഷൻ തന്നെ ഞാൻ 2 ദിവസത്തിൽ വായിച്ച് മൺഡേ നിനക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി അമ്മയോട് പറഞ്ഞു ഇങ്ങനെ കോമിക്സ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ആലോചിച്ചിട്ട് വേണം, കാരണം ഇത് കോമിക്സൊക്കെ ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. ഇല്ല, അവൻ തിങ്കളാഴ്ച തന്നെ അത് തിരിച്ചു തരും. അപ്പോൾ ഇത് സൂക്ഷിച്ച് ഇങ്ങനെ ഒരു കവറിനകത്ത് എല്ലാം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ 50 കോമിക്ക് എടുത്ത് ബോബിക്ക് കൊടുത്തു. അവൻ അതും കൊണ്ട് വീട്ടിൽ പോയി. തിങ്കളാഴ്ച ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ബോബി എവിടെയെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, ബോബി നിനക്കറിഞ്ഞോ, ബോബി ഇന്നലെ ഇവിടുന്ന് ട്രാൻസ്ഫറായി തിരിച്ച് ഡൽഹിക്ക് പോയിന്ന്. ആ പോണതിന് ജസ്റ്റ് മുമ്പ് അവൻ വന്ന് എൻ്റെ എല്ലാ കോമിക്കും എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, ഇനി കോമിക്ക് വാങ്ങിക്കൽ പ്രശ്നമില്ല, കോമിക്കും ബുക്കും ഇനി നിനക്ക് വാങ്ങിച്ചു തരുന്നില്ല, കാരണം നിനക്ക് സൂക്ഷിക്കാറിഞ്ഞൂടാ. ലൈബ്രറിയിൽ നിന്ന് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം, അവിടുന്ന് നീ ബുക്ക് എടുത്ത് വായിച്ചു എന്നാണ്. അങ്ങനെ ഞങ്ങൾ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലും ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയിലും മെമ്പർഷിപ്പ് എടുത്തു. എന്നിട്ട് ട്രിവാൻഡ്രത്തെ ലൈബ്രറി എന്നുള്ള വായനയായി. കോമിക് കളക്ഷൻ അതോടെ നിന്നു. എന്നാലും എനിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വല്ലപ്പോഴും കോമിക്സ്, ട്രിവാൻഡ്രത്ത് നിന്ന് കോമിക്സ് കിട്ടുന്ന കുറവായിരുന്നു, വല്ലപ്പോഴുമൊക്കെ കുറച്ച് കോമിക്സ് കിട്ടുമായിരുന്നു. അതിങ്ങനെ ഞാൻ എടുത്ത് വയ്ക്കുകയായിരുന്നു. ബുക്സ് പിന്നെ കുറേശ്ശെ വന്നിരുന്നു. കോളേജിൽ ഞാൻ ചേർന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും വായിക്കണവരായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്സൊക്കെ വന്നു. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക്, ഞങ്ങൾ 1983 ഇരിഞ്ഞാലക്കുടയ്ക്ക്, എൻ്റെ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് ഇരിഞ്ഞാലക്കുടയ്ക്ക് മാറി. ഇരിഞ്ഞാലക്കുട വന്നപ്പോൾ ഇവിടെ ഞാനൊരു പുള്ളിയെ പരിചയപ്പെട്ടു ഇവിടെ. അപ്പോൾ ഇങ്ങനെ പുള്ളിയുടെ പേര് വിശ്വനാഥ പൈ എന്നായിരുന്നു. ഈ വിശ്വനാഥ പൈ എന്നോട് ചോദിച്ചു, തൻ്റെ കയ്യിൽ ബുക്കുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു,
തൻ്റെ കയ്യിൽ പെറിമേസൻ്റെ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെറിമേസൺ ഉണ്ട്, അമ്മയുടെ ബുക്സ് ആയിരുന്നു കുറച്ച്, പെറിമേസൺ ഉണ്ട്, അധികമില്ല, 8-10 ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി പറഞ്ഞു എന്നാലേ എനിക്ക് പെറിമേസൺ, ഞാൻ പെറിമേസൺ മാത്രമേ വായിക്കുള്ളൂ, വേറെ ഒരു ബുക്ക് ഞാൻ വായിക്കില്ല, ആ ബുക്ക് എനിക്ക് തന്നോ, ഞാൻ എനിക്ക് വേറെ ബുക്ക് തരാമെന്ന്. ഞാൻ പറഞ്ഞു വേറെ ബുക്ക്, അതായത് ബുക്ക് എൻ്റെ കയ്യിൽ 10-50 പുസ്തകമുണ്ട്, ഞാൻ അത് തനിക്ക് എല്ലാം തരാം, താൻ എനിക്ക് 10 പെറിമേസൺ തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലൊരു ഡീലാണ് എനിക്ക് തോന്നി. ഞാൻ ആ 10 പെറിമേസൺ എടുത്ത് പുള്ളിക്ക് കൊടുത്തു. പുള്ളി എനിക്കൊരു 80 ബുക്സ്, പുള്ളി എവിടുന്നോ ഒക്കെ കളക്ട് ചെയ്തിരുന്ന 80 ബുക്ക്, അതിൽ കുറേ വെസ്റ്റേൺസ് ഉണ്ടായിരുന്നു, വേറെയും കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നായിരുന്നു എൻ്റെ ഈ കളക്ഷൻ രണ്ടാമത് കിക്ക് സ്റ്റാർട്ടായി വന്നത്. ഇങ്ങനെ ആ 80 വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 10-120 ബുക്കായി. കോമിക്സ് കുറച്ചുണ്ടായിരുന്നു, കൂടുതലും ബുക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലി കിട്ടി ഡൽഹിയിലേക്ക് പോയത്. ഡൽഹി പോയി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂംമേറ്റ് പറഞ്ഞു ഇങ്ങനെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, എല്ലാ ഞായറാഴ്ചയും സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെല്ലേഴ്സ് വന്ന് കൂടുന്ന ഒരു സ്ഥലമുണ്ട്, ദരിയാഗഞ്ച് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1989 എനിക്ക് തോന്നുന്നു മെയ് 1989 ആദ്യമായിട്ട് ഞാൻ ദരിയാഗഞ്ചിൽ പോകണം. ദരിയാഗഞ്ചിൽ പോകുമ്പോഴാണ് ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെല്ലേഴ്സ് ഇരിക്കുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ഡേ ഞാൻ പോയ അന്ന് തന്നെ എനിക്ക് ഒരുപാട്, അതും ഡേർട്ട് ചീപ്പ് റേറ്റ്സിലായിരുന്നു, മാക്സിമം 5 രൂപയായിരുന്നു, 2 രൂപ 1 രൂപ അങ്ങനെ ബുക്സും. അവിടെ ചെന്നപ്പോൾ കോമിക്സും ഇങ്ങനെ കിട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ രണ്ടാമത് കോമിക്സ് ഇങ്ങനെ ഡൽഹിയിൽ വാങ്ങിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഡൽഹിയിൽ വേറെ കരോൾ ബാഗിൽ കുറച്ച് ബുക്ക് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, സാക്കേത്തിലുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാനന്ന് ബാച്ചിലറായിരുന്നു, അവിടെയൊക്കെ ഞാൻ പോകുമായിരുന്നു. അവിടുന്ന് ഈ വളരെ ചീപ്പ് റേറ്റിൽ എനിക്ക് കോമിക്സ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ കളക്ഷൻ വീണ്ടും ഞാൻ തുടങ്ങിയത്. അങ്ങനെ അന്ന് കളക്ഷൻ തുടങ്ങിയത് ഞാൻ പിന്നെ 29 കൊല്ലം ഡൽഹിയിലുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഞാൻ ദരിയാഗഞ്ചിൽ പോകുമായിരുന്നു. പനിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഞാൻ ദരിയാഗഞ്ചിൽ എങ്ങനെയെങ്കിലും സൺഡേ ഞാൻ പോകുമായിരുന്നു. നാട്ടിലേക്ക് വരുന്ന ആ 1-2 ആഴ്ച മാത്രം പോകാണ്ടിരിക്കും. അതർവൈസ് ആ 29 കൊല്ലത്തിൽ എല്ലാ സൺഡേ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരിയുള്ള ബുക്ക് സെല്ലേഴ്സിന് എല്ലാവർക്കും എന്നെ അറിയാം. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ഫാദേഴ്സായിരുന്നു സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരൊക്കെ ചെറിയ കുട്ടികൾ അവരുടെ ഫാദറുടെ കൂടെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു ജനറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള മക്കൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അങ്കിൾ ജി എന്ന് പറഞ്ഞാണ് എല്ലാവരും വിളിക്കുന്നത്. അവിടെ ഡൽഹിയിൽ ഒരുമാതിരി എല്ലാവർക്കും എൻ്റെ ടേസ്റ്റും അവർക്കറിയാം. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരുമാതിരി എന്ത് ബുക്ക് വന്നാലും അവരുടെ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, അവർ വിളിച്ച് പറയുമായിരുന്നു ഇങ്ങനെ ഇന്ന ബുക്ക് വന്നിട്ടുണ്ട്, ഇന്ന ഓത്തറുടെ ബുക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോമിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി. അങ്ങനെയാണ് എനിക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ ഇത് ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ പക്ഷേ അവിടുത്തെ സീൻ ആകപ്പാടെ മാറി. പെട്ടെന്ന് ഇപ്പോൾ കോമിക്സിനും ബുക്സിനും ഒക്കെ ഭയങ്കരമായിട്ട് വില കൂടി. ഒരു കമേഴ്ഷ്യൽ ആംഗിൾ വെച്ച ആൾക്കാർ അതിനെ ഈ ബുക്സിനെയും കോമിക്സിനെയും നോക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇതിനൊക്കെ നല്ല വില കിട്ടും, പുറത്ത് വിറ്റാൽ ഈ FB-യുടെ ത്രൂവും വാട്സാപ്പിലൂടെയും ഇബേയിലൂടെ ഒക്കെ ഇത് വിൽക്കാനായിട്ട്. ഇപ്പോൾ വരുന്ന കൂടുതലും ആൾക്കാർ ഈ കമേഴ്ഷ്യൽ ആംഗിളിൽ നിന്ന് നോക്കുന്ന ആൾക്കാരാണ്. പഴയ ബുക്കുകളോ കോമിക്സ് ഏത് കണ്ടാലും അവർ തോന്നിയ വിലയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ അതിൻ്റെ 10 ഇരട്ടിക്ക് അവർക്ക് വിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ദരിയാഗഞ്ചിൽ അതുപോലെ പഴയ പോലെ ബുക്സ് കിട്ടാൻ വിഷമമാണ്. എന്നാലും ഞാൻ 2017 വരുന്നവരെ എനിക്ക് കിട്ടുമായിരുന്നു, കാരണം എനിക്കിവരെ എല്ലാവരും അറിയുമായിരുന്നു. അപ്പോൾ ആ പഴയ പരിചയം വെച്ച എൻ്റെ ഇൻട്രസ്റ്റുള്ള ബുക്സ് വരുമ്പോൾ അവർ വിളിച്ച് എനിക്ക് തരുമായിരുന്നു ബുക്സ്. 2017 ഞാൻ മതിയാക്കി കേരളത്തിലോട്ട് തിരിച്ചു വന്നു. ഇപ്പോഴും ആൾക്കാരായിട്ട് ഒരുപാട് കോൺടാക്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരുന്നു ബുക്സും കോമിക്സും. അത് ഓരോരുത്തർക്ക് കൊടുത്ത് ഞാൻ സ്വാപ്പ് ചെയ്ത് അവരുടെ നിന്ന് വേറെ ഇപ്പോഴും അത് ബുക്സ് കോമിക്സും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. പിന്നെ ഈ ബിനിച്ചേട്ടനെ ഇടയ്ക്ക് ഡൽഹി പോകുമ്പോൾ കാണും, അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ദരിയാഗഞ്ച് മാർക്കറ്റ് കൊണ്ടുവന്നത്. ഹീസ് എ സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽ, സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യലായിരുന്നു. വളരെ ഡൗൺ ടു എർത്തുള്ള വ്യക്തി. ഈ ഇദ്ദേഹം പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, പക്ഷേ ഹീ ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ്, അത് വളരെ ഇതായിട്ട് ചെയ്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദരിയാഗഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യു നെവർ നോ വാട്ട് യു വിൽ ഫൈൻഡ്, ബട്ട് യു നെവർ കം ബാക്ക് ഡിസപ്പോയിൻറ്റഡ്. ഇഫ് യുവർ റീഡിങ് റേഞ്ച് ഇസ് വൈഡ് ഇനഫ്, നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ബുക്ക് അവിടെ നിന്ന് എപ്പോഴും കിട്ടും. അതായിരുന്നു ദരിയാഗഞ്ച് ഇൻ ഇറ്റ്സ് ഗോൾഡൻ ഇയേഴ്സ്. ഇപ്പോൾ വന്നിപ്പോൾ ആൾക്കാരെല്ലാവരും വരുന്നവർ പഴയ എന്ത് സാധനം കണ്ടാലും അവർ വാങ്ങിച്ച് പിന്നെ വിൽക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ ഞാൻ പോകുമ്പോൾ ഇടയ്ക്ക് ഇന്നാളും ഞാൻ ഇങ്ങനെ വരുന്നതിന് ജസ്റ്റ് മുമ്പ് ഒരിക്കൽ പോയപ്പോൾ ഒരു കൊച്ചു യങ് ഗേൾ 18-20 വയസ്സുള്ള 2 പെണ്ണുങ്ങൾ ഒരുത്തൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഫരീദ് എന്ന് പറഞ്ഞൊരു സെല്ലറുണ്ട്. അവനോട് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു ये विनीत सर आ रहे हैं, उनसे पूछो, उनको सब पता है कॉमिक्स के बारे में. सर ये कुछ कॉमिक्स के बारे में पूछ रहे हैं आप. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. വി ആർ ലുക്കിംഗ് ഫോർ സം കോമിക്സ്. ഞാൻ പറഞ്ഞു വാട്ട് കോമിക്സ്. സോ ഐ ഷോ യു ദ പിക്ചർ, വി വാണ്ട് ദീസ് കോമിക്സ്, ഇഫ് യു ഫൈൻഡ് ദം ടെൽ us where we can find them. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആക്ഷൻ കോമിക്സ് 1, അമേസിങ് ഫാൻറ്റസി. അവർ കോമിക്സിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ ഈ ഇന്ന കോമിക്സ് മില്യൺസിന് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ വിചാരം ഇത് ദരിയാഗഞ്ചിൽ വന്ന ചുളു വിലയ്ക്ക് അവിടെ കിട്ടും, എന്നിട്ട് നമുക്ക് മില്യണേഴ്സ് ആവാമെന്നാണ്.
അപ്പോൾ ഞാൻ അവരോട് ഈ കോമിക്ക് എനിക്ക് ദരിയാഞ്ചിൽ കിട്ടാൻ പോള, അഥവാ കിട്ടിയാൽ തന്നെ ഈ അമേരിക്കയിൽ പോണ പ്രൈസിനേക്കാളും വലിയ പ്രൈസ് ഇവർ ചാർജ് ചെയ്യും. കാരണം ഓൾ ദ ബുക്ക് സെല്ലേഴ്സ് നൗ ആർ വെരി വെരി സാവി. എല്ലാ ബുക്കിൻ്റെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ആദ്യം പ്രൈസ് നോക്കിയിട്ടാണ് അവർ അവിടെ വിൽക്കുന്നത്. സോ നൗ ഇറ്റ്സ് ചേഞ്ച്ഡ്. പക്ഷേ അന്നത്തെ കാലത്ത് അവിടെ വളരെ റയറായിട്ടും ഉള്ള ബുക്സ് അവിടെ വളരെ വെരി വെരി ചീപ്പ് ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതെന്നെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്കൊരു വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. കാര്യം ഞാൻ ഒരു സമയത്ത് മലയാളം കോമിക്സിന് ഒരു വിലയും കൊടുക്കാതെ കളഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഹിയർ വാസ് എ പേഴ്സൺ ഹൂ എവറി ഡേ യൂസ് ടു ഗോ ടു ദീസ് പ്ലേസസ്, കളക്ട് കോമിക്സ്. അത് കോമിക്ക് കളക്ട് ചെയ്യാൻ മാത്രമേ സ്റ്റോർ ചെയ്യും, പ്രോപ്പർ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. പിന്നെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അരുൺ പ്രസാദ്, ബാംഗ്ലൂരിലുള്ള അരുൺ പ്രസാദ്, അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കോമിക്സിൻ്റെ വിനീത് ചേട്ടൻ ഇസ് അതോറിറ്റി ഓൺ ഇൻ്റർനാഷണൽ കോമിക്സ്. ഇൻ്റർനാഷണലുള്ള യൂറോപ്യൻ ആൻഡ് ഇംഗ്ലീഷ് കോമിക്സ് ഇൻക്ലൂഡിങ് ഫ്രഞ്ച് കോമിക്സിനെ പറ്റി ഇദ്ദേഹത്തിന് വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് പറയാൻ പറ്റും. Arun Prasad is the person whom I think is the most knowledgeable about Indian comics. ഞാൻ പിന്നെ ഒരു റെയർ ബുക്കിൻ്റെ ഒരു ഷോപ്പിൽ ഞാൻ പോകുമായിരുന്നു. അവിടെ പിന്നെ പോകുമ്പോൾ അതിൻ്റെ ഓണർ പുള്ളി എന്നോട്, ഞാൻ എപ്പോഴും പുള്ളിയോട് ചോദിക്കും എന്തുകൊണ്ട് ഇതൊന്നും അറേഞ്ച് ചെയ്ത് അത് വെക്കത്തില്ല, പിന്നെ ഇതെല്ലാം പല സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ നോക്കണമല്ലോ. അരുൺ, യു വിൽ നെവർ ഗെറ്റ് എ ത്രിൽ, that much of a thrill when you are given a comic book or a book in your hand just like that, and the day long you search for one book and ultimately you get one book. That's pretty different. You will experience it after coming here. അങ്ങനെ ഫസ്റ്റ് കോമിക്കായിട്ട് ഞാൻ എടുത്ത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ അവർ മനോരാജ്യം, മനോരമ വീക്ക്ലി വരുത്തുമായിരുന്നു. അതിനകത്ത് മിക്കവാറും കോമിക് സ്ട്രിപ്പുകൾ ഞാൻ നോക്കുമായിരുന്നു. പിന്നെ എന്നെ കോമിക്സിലേക്ക് ഹുക്ക് ഓൺ ചെയ്തത് മായാവി ക്യാരക്ടറാണ്. മായാവി ശരിക്കും പറഞ്ഞാൽ എന്നെ ഡീപ്പായിട്ട് കോമിക്കിൻ്റെ ഒരു ഫോമാറ്റിലേക്ക് എന്നെ വലിച്ചിട്ടു. ആ സ്റ്റോറിയുടെ ഒരു സ്ട്രക്ചറും ഒക്കെ എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കി. പിന്നീട് അങ്ങനെ പിന്നെ മായാവി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി പിന്നെ ഇന്ദ്രജാൽ കോമിക്സ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ അമ്മയോട് കുറേ കരഞ്ഞു. പിന്നെ കാരണം ഈ ബാലരമ കൊണ്ടുത്തരുന്ന ആളുടെ തന്നെ ഇടയ്ക്ക് ഈ ഇന്ദ്രജാൽ കോമിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കരഞ്ഞു. മമ്മി ആവുന്നതും പറഞ്ഞു നോക്കി, നിനക്ക് ഒരു മാഗസിനുണ്ട്, പേപ്പറുണ്ട്, വായിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇനി എന്തിനാണ് നിനക്ക് കോമിക്സ്. അപ്പോൾ പിന്നെ എനിവേ ഫൈനലി ഷീ എഗ്രീഡ്. ആ ഇന്ദ്രജാൽ കോമിക്സിൻ്റെ വരുത്താൻ തുടങ്ങി. ഫാൻറ്റം ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനും സ്റ്റോറീസ് വായിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, പ്രോബ്ലി എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ എന്നെ വലിച്ച് കോമിക്സിലേക്ക്, നോട്ട് ജസ്റ്റ് ദ ഫോമാറ്റോ, സത്യത്തിൽ എനിക്ക് കുറേ പാഷൻസുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം ഫ്രീ ടൈം കിട്ടിയാൽ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഈ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് പോലും ഈ ഫാൻറ്റം എൻ്റെ ചുവരിലൊക്കെ സത്യത്തിൽ അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു മൂഡാണ് എനിക്ക് കിട്ടുക. എൻ്റെ സ്റ്റഡി ടേബിളും അതിന് മുമ്പിലുണ്ടായിരുന്ന ഒരു വുഡൻ പ്ലാങ്കിൻ്റെ മൊത്തം ഞാൻ വരച്ചും ഈ കട്ട് ചെയ്ത് ഫാൻറ്റത്തിൻ്റെ ഇമേജസ് എല്ലാം ഒട്ടിച്ച് വെച്ച് അങ്ങനെ ഒരു മൊത്തം എൻ്റെ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ് എല്ലാം ഫാൻറ്റത്തിൻ്റെ ഇമേജസ് സ്ക്രിബിൾ ചെയ്തിട്ട് അങ്ങനെ പിന്നെ എൻ്റെ കുട്ടിക്കാലം തേടിയുള്ള ഒരു യാത്രയാണ് ആക്ച്വലി പിന്നെ എന്നെ കോമിക് കളക്ഷനിലേക്ക് എത്തിച്ചത്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച കോമിക്സുകളോ എൻ്റെ ഓഫ്കോഴ്സ് അങ്ങനെ ഒരു വലിയ കളക്ഷനായിട്ട് ഞാൻ പ്രിസർവ് ചെയ്തൊന്നും വെച്ചിട്ടിരുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 200-300 കോമിക്സോ എങ്കിലും ഉണ്ടായിരുന്നിരിക്കണം എൻ്റെ കയ്യിൽ.
എൻ്റെ സ്കൂളിങ്ങിന് ശേഷം പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക്, അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, റിട്ടയർ ചെയ്തപ്പോൾ ബാംഗ്ലൂരിൽ വന്ന് സെറ്റിൽ ആകാനായിട്ട് തീരുമാനിക്കുകയും ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ എനിക്കറിയില്ല ഈ കോമിക്സുകളെല്ലാം എവിടെ പോയി. ഒരു പക്ഷേ ന്യൂസ് പേപ്പറുകളെല്ലാം കൊടുത്ത ഇതിൽ അങ്ങനെ പോയിട്ടുണ്ടാവും. എനിവേ ഐ ലോസ്റ്റ് മൈ എൻറ്റയർ ചൈൽഡ്ഹുഡ് കോമിക്സും മാഗസിൻസും ഉണ്ടായിരുന്നു. തിരിച്ച് അപ്പോഴത്തേക്കും 1990 ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വരിക. അപ്പോഴത്തേക്കും ഇന്ദ്രജാൽ സ്റ്റോപ്ഡ് ഇറ്റ്സ് പബ്ലിക്കേഷൻ. 1990 അവർ പബ്ലിക്കേഷൻ. എനിക്ക് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് വൈ ദേ സ്റ്റോപ്പ്. Because it had a huge circulation, huge ഫാൻസും ഹ്യൂജ് റീഡർഷിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അത് നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി സം റൈറ്റ്സ് ഇഷ്യൂ. ഓക്കെ, എനിവേ ഈ എൻ്റെ കുട്ടിക്കാലത്തെ കോമിക്സുകൾ അന്വേഷിച്ച് ഞാൻ ആദ്യകാലങ്ങളിൽ പോയെങ്കിലും അതെനിക്ക് സക്സസ്ഫുൾ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടുന്നത് ഒരു ടാബ്ലോയിഡിലാണ്, ഒരു എഡിറ്റോറിയൽ സെക്ഷനിലാണ്. അങ്ങനെ ഞാൻ കൊളീഗുമായിട്ട് ഞങ്ങളിങ്ങനെ കാഷ്വലി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫേവറേറ്റ് ഹീറോ ഉണ്ടായിരുന്നു. അതാരാ? അപ്പോൾ ഞാൻ പറഞ്ഞു ഫാൻറ്റം. ഓ, ഫാൻറ്റം എൻ്റെ അച്ഛൻ്റെ ഹീറോയും കൂടിയാണ്. അച്ഛൻ ഇസ് ഹാർഡ് കോർ ഫാൻ ഓഫ് ഫാൻറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങോട്ട് തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഫാൻറ്റം ഇന്ദ്രജാൽ വായിക്കുമായിരുന്നു. അപ്പം പറഞ്ഞു ഹീ വാസ് ആൻ ആവിഡ് റീഡർ ഓഫ് ഇന്ദ്രജാൽ കോമിക്സ് ആൻഡ് ഫാൻറ്റം വാസ് ഹിസ് ഫേവറേറ്റ് ക്യാരക്ടർ. ഐ ആം ഷുവർ ഹീ ഷുഡ് ബി. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിയുടെ എന്തായാലും കുറച്ച് കോമിക്സ് കാണുമായിരിക്കും. നോ ഐ ഡോണ്ട് തിങ്ക് സോ ഹീൽ ഹാവ് നൗ. ബട്ട് എനിവേ ഞാൻ പറഞ്ഞു ഒന്ന് റിക്വസ്റ്റ് ചെയ്യാമോ, എന്തെങ്കിലും 1-2 കോമിക്സ് കിട്ടുമോ, ജസ്റ്റ് ടു സീ അറ്റ്ലീസ്റ്റ്. ഓക്കെ, ലെറ്റ് മീ ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. The very next day, he got me to Indrajal Comics and that was Phantom. That really, അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. അന്ന് ഞാൻ ഉറങ്ങിയില്ലെന്ന് മാത്രമല്ല, പിന്നെ എൻ്റെ ബെഡിൽ എൻ്റെ സൈഡിൽ തന്നെ ഇന്ദ്രജാൽ കോമിക്സ് വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡാണ്. ഞാൻ കോമിക്സുമായിട്ടുള്ള വായിക്കുന്നതും കഥകളും ഒക്കെ ആ ഒരു നൊസ്റ്റാൾജിക് സാധനം മാത്രമല്ല, എൻ്റെ ഒരു ഭയങ്കര വിഷമവും എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു എന്നെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് വലിച്ച് കൊണ്ടുപോവുക, യാത്ര അങ്ങ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അന്നായിരിക്കണം ഞാൻ ഡിസൈഡ് ചെയ്തത് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് കിട്ടണം, എൻ്റെ കോമിക്സ് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഡെസിഷൻ എടുക്കുകയും അന്ന് മുതൽ ഞാൻ യാത്ര ഇന്നും തുടരുകയാണ്. അത് തുടരുക തന്നെ ചെയ്യും. ചൈൽഡ്ഹുഡിൻ്റെ എത്രത്തോളം കിട്ടി? അത് എൻ്റെ ആദ്യ അന്വേഷണങ്ങളല്ല ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറായ ഫാൻറ്റം ഇന്ദ്രജാൽ കോമിക്സ് ആയിരുന്നു. അത് അന്വേഷിച്ച് യാത്ര തുടങ്ങി അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് കോമിക്സ് അതിൻ്റെ കൂടെ തന്നെ കിട്ടി. ഓഫ് കോഴ്സ് ഇന്ന് ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രൗഡിയോടുകൂടി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജേർണി ഹാസ് ഗോട്ട് മീ മൈ ചൈൽഡ്ഹുഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇൻ ദ സെൻസ് ഇന്ദ്രജാലിൻ്റെ കംപ്ലീറ്റ് ഇഷ്യൂസും ഞാൻ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇഷ്യൂസും വരെ ആദ്യം മുതലുള്ള ഇഷ്യൂസ് കളക്ട് ചെയ്തു. ഐ ആം ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഗെറ്റ് ദ ഹോൾ ഇന്ദ്രജാൽ ഇഷ്യൂസ്. Then, in 2012, I got a mail from this Comic-Con guys asking me if, I don't know how they got my number or my mail ID, but they asked me if I could exhibit some of your comics. Then I was thinking, comics for exhibition? How can it be? Comics വായിക്കാനല്ലേ, അതിങ്ങനെ ഒരു ഷോ പീസ് ആവുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. അതും കോമിക്കോൺ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം വരികയാണ് ഇന്ത്യയിൽ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് എൻ്റെ തോട്ട്, കോമിക്സ് എന്തിനെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ഒരു തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്നേരം എഗ്രി ചെയ്തില്ലെങ്കിലും കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവർ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു വിൽ ഗിവ് യു ഓൾ ദ സപ്പോർട്ട് ആൻഡ് വാട്ട് എവർ എക്സ്പെൻസസ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഡോണ്ട് ബോദർ അബൌട്ട് ഓൾ ദോസ് തിങ്സ് പറഞ്ഞിട്ട് വിൽ ഗിവ് യു എ വെരി നൈസ് സ്പേസ്, പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങും ഒക്കെ അറേഞ്ച്. ഓൺലി തിങ്
കോമിക് കളക്ഷൻ എല്ലാം ഒന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട, ചില ഒരു ക്യൂറേറ്റഡ് ഷോ പോലെ ചില ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എഗ്രി ചെയ്യും. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ആ എക്സിബിഷനിൽ പങ്കെടുത്ത് മറ്റുള്ള സ്റ്റോളുകളൊക്കെ മർക്കൻഡൈസും അല്ലെങ്കിൽ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് എൻ്റെ സ്റ്റോൾ ഓഫ് കോഴ്സ് ചെറിയ സ്റ്റോളായിരുന്നില്ല, നല്ലൊരു സ്പേസ് അവർ എനിക്ക് തന്നു. ഒരു കംപ്ലീറ്റ് വാൾ സ്പേസ് വിത്ത് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് ഓൾ തിക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കോമിക്സ് ഡിസ്പ്ലേ ചെയ്ത ഒരു പ്ലെഷറിനെക്കാട്ടിൽ കൂടുതൽ ഇത് കാണാൻ വന്ന ആൾക്കാരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അവരുടെ ഇമോഷണൽ മൂമെൻറ്റ്സും അവർ ചില ആൾക്കാരൊക്കെ കണ്ണ് നിറയുന്നുണ്ട്. ഒരാൾ വന്നിട്ട് അറൗണ്ട് എൻ്റെ ഏജ് ഗ്രൂപ്പ് ആയിരിക്കാം, ചില 40s to 50s അല്ലെങ്കിൽ 30s to 50 വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർ വന്നിട്ട് ഒന്ന് ആ കോമിക് ബുക്ക് നോക്കും, പിന്നെ കുറച്ച് പുറകോട്ട് പോകും, പിന്നെയും വന്ന് നോക്കും, പിന്നെ പതുക്കെ അങ്ങ് ഇമോഷണലാവും. ഒരുപക്ഷെ ആ കോമിക് ബുക്ക് ശരിക്കും അവർ വായിച്ച് ചെറിഷ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് ഒരുപക്ഷെ അവരെ കൊണ്ടുപോകുമായിരിക്കും. അങ്ങനെ എനിക്ക് സത്യത്തിൽ ആ മൂമെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ ദൂരെ ഇരുന്ന് ഞാനത് വാച്ച് ചെയ്യുമായിരുന്നു, ഇവരുടെയൊക്കെ ഒരു റിയാക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഈ പ്ലഷർ തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോഴായിരിക്കും എൻ്റെ കളക്ഷനിലുള്ള ചെറിയ ചെറിയ ആസ്പെക്ട്സുകൾ. പിന്നെ എന്താ പറയുക, അത് കോമിക്സിലൂടെ നല്ലൊരു കണക്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ എൻ്റെ ഇപ്പോഴും അടുത്ത കുറേ ഫ്രണ്ട്സുകൾ കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. അത് കളക്ഷനിലൂടെ കിട്ടിയതാണ്. ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ദ കൺട്രി ഐ ഹാവ് ഫ്രണ്ട്സ്. ഏതെങ്കിലും മെയിൻ സിറ്റി പോയാൽ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഇടം തീർച്ചയായിട്ടും ആരെങ്കിലും തരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ ഉള്ളത് ഇവർ മിനിച്ചേട്ടനും അരുൺ പ്രസാദും വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞാൻ ഫോണിൽ കൂടെയും സോഷ്യൽ മീഡിയ കൂടെയും മാത്രം സംസാരിച്ചിട്ടുള്ളൂ അരുൺ കാലന്തി. മലയാളം കോമിക്സിനെ പറ്റി, മലയാളത്തിലുള്ള കോമിക്സിനെ ഇത്രത്തോളം സാൽവേജ് എന്ന് പറയാം എടുത്തൊരു വ്യക്തിയാണ് അരുൺ. അത് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ട വിദ്യാർത്ഥി മിത്രം കോമിക്സ് ആയിരുന്നു അന്ന് ആദ്യമായിട്ട് മലയാളത്തിൽ ഫാൻറ്റോം മാൻഡ്രിക്കും, ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്നു വേറെയും ചില ടാർസൻ മണ്ടാരെന്ന് തോന്നി, ഉറപ്പില്ല. ഇതെല്ലാം മലയാളത്തിൽ ആദ്യം കൊണ്ടുവന്ന വിദ്യാർത്ഥി മിത്രമാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ല. വിദ്യാർത്ഥി മിത്രത്തിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന കൂടുതൽ കോമിക്സും ഇതെല്ലാം അരുണിൻ്റെ കയ്യിൽ സേഫാണ്. തീർച്ചയായിട്ടും എൻ്റെ നമ്മളെ കേരളീയർക്ക് ആദ്യമുള്ള എല്ലാ കുട്ടികളും ഏകദേശം തുടങ്ങുന്നത് പിന്നെ അമർചിത്ര കഥയെന്നാണ്. അപ്പോൾ ഞാനും അമർചിത്ര കഥയെന്നാണ് തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് അമർചിത്ര കഥ എനിക്ക് ഓർമ്മയുള്ളത് ഒരു ഉലൂപ്പി എന്നൊരു ടൈറ്റിലാണ്. ഉലൂപ്പി വിത്ത് അർജുന അങ്ങനെയുള്ളൊരു ടൈറ്റിലാണ്. പിന്നെ ആ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു പ്രീ ഡിഗ്രി വരെ തലശ്ശേരിയായിരുന്നു. ഏകദേശം ഒരു 400ഓളം കോമിക്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പിന്നെ ഞങ്ങൾ കാലിക്കറ്റിലേക്ക് അച്ഛൻ ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇത് നമ്മൾ പല കളക്ടേഴ്സിൻ്റെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ടാസൻ അബർണസൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി മിത്രത്തിൻ്റെ ടാസൻ കോമിക്സാണ് എൻ്റെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത്. അത് പിന്നെ ഏകദേശം പിന്നെ ഒരു 10-15 ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത് മാത്രമാണ് പിന്നീട് പിൽക്കാലത്ത് എൻ്റെ കളക്ഷനിൽ ഉൾപ്പെട്ട ഒരു 4-5. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് റീസെൻ്റായിട്ട് വീണ്ടും തുടങ്ങിയ സമയത്തുള്ള ഒരിതാണ്. പക്ഷേ കോമിക്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വെച്ചാൽ 2 ആളെ ഞാൻ ഗുരുക്കളായിട്ട് കാണുന്നുണ്ട്. ഒന്ന് ബാംഗ്ലൂർ ബേസ്ഡ് അരുൺ പ്രസാദും, 2 നമ്മളെ കേരളത്തിൽ തന്നെ മറ്റേ ഇവിടെയുള്ള തൃശ്ശൂർ ഭാഗത്തുള്ള വിനീത് എബ്രഹാമും. ഈ 2 പേരെയാണ്. കാരണം ഈ 2 പേരുടെ പിന്നെ ഈ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട് ഒരു എനിക്ക് തോന്നുന്നു 2012 ആ ടൈമിലായിട്ടാണ്. അപ്പം അവരുടെ ആ ഫീച്ചേഴ്സ് വായിച്ച ശേഷമാണ് വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനത്തെ കോമിക്സ് എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും കോമിക്സ് ഇതാക്കുകയാണ്. അപ്പോൾ ഈ 6-7 കൊല്ലത്തിൻ്റെ ഇടയിലാണ് വീണ്ടും തുടങ്ങുന്നത് കോമിക്സിൻ്റേത്. പിന്നെ പൈസയും സമയമൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ചിലവാക്കി ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. മലയാളം കോമിക്സിനോടാണ് തീർച്ചയായിട്ടും എനിക്ക് കുറച്ചും കൂടി ഒരു അടുപ്പമുള്ളത്. കാരണം വെച്ചാൽ പിന്നെ കിട്ടാൻ പ്രയാസമാണെങ്കിൽ കൂടി ഇപ്പം കേരളത്തിൽ കോമിക്സ് കിട്ടാന്ന് വെച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പ്രയാസമാണെങ്കിൽ കൂടി മലയാളം കോമിക്സാണ് ഇപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കോമിക്സ്.
അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ സൺഡേ മാർക്കറ്റുകൾ, കോഴിക്കോട് സൺഡേ മാർക്കറ്റ് വളരെ ഫേമസ് ആണ്, കോമിക്സിനും മറ്റൊന്നല്ല, മറ്റ് പല ഐറ്റംസ് കിട്ടാൻ വളരെ ഫേമസ് ആണ്. അപ്പം നിങ്ങൾ ഇന്ന് വന്നത് സൺഡേ ആണ്. അപ്പോൾ ഈ സമയത്ത് ശരിക്കും ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാത്രമല്ല ഈ സ്ഥലങ്ങളിൽ നിന്ന് കോമിക്സ് കൂടാണ്ട് കുറേയധികം ബുക്കുകൾ മറ്റ് പല റെയർ ഐറ്റംസും നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ബുക്സൊക്കെ വാങ്ങിക്കാനായിട്ട് കുറച്ച് എക്സസ് ബുക്സൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കുറേ ബുക്സൊക്കെ അൺലോഡ് ചെയ്യും. ചിലപ്പോൾ ലൈബ്രറിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വളരെ അടുത്തുള്ള ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് സെക്കൻഡ് ഹാൻഡ് ലൈബ്രറീസ് നടത്തുന്നത് ഈ കാലിക്കറ്റ് തന്നെ. അപ്പം ഞാൻ കുറേയധികം ബുക്സ് അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പലപ്പോഴും ഈ ഒരു ഇതുകൊണ്ട് നമ്മളുള്ള ഈ ഒരു ബന്ധം കൊണ്ട് എന്തെങ്കിലും നല്ല കോമിക്സ്, പ്രത്യേകിച്ച് അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മെയിനായിട്ട് കോമിക്സാണ് നോക്കുന്നത്. കോമിക്സ് എന്ത് ടൈപ്പാണെങ്കിലും അത് കിട്ടിയാൽ അവരെന്നെ ഉടനെ ഫോൺ ചെയ്യും. ഞാൻ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇവരുടെ ഫോൺ വരാം. അപ്പോൾ അവർ ചില സമയത്ത് വാട്സപ്പിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഇടുന്ന സമയത്താണെങ്കിൽ ഭയങ്കര നല്ല ഐറ്റംസാണ്, ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയിട്ട് ആ കോമിക്സൊക്കെ വാങ്ങിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറേ പ്രാവശ്യം തന്നെ ഈ ഇന്ദ്രജാൽ കോമിക്സിൻ്റെ വളരെ റെയർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കോമിക്സ് കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ അമ്പിളി അമ്മാമൻ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ചന്ദമാമ. ഈ ചന്ദമാമ ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും ധാരാളം കളക്ഷൻ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്പിളി അമ്മാമനാണ്, മലയാളം വേർഷൻ. അപ്പോൾ അതും വളരെ റെയറായിട്ട് കിട്ടുന്ന സംഭവമാണ്. 2 പ്രാവശ്യമായിട്ട് അവർ വിളിച്ചു. 2 പ്രാവശ്യം പോയി നോക്കുമ്പോൾ അതിൻ്റെ ബൈൻഡാണ്. ബൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈൻഡിൽ 10 ബുക്കുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ക്യാഷും കൊടുത്ത് ഇവിടെ വന്നു, അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു സോഴ്സ്, സൺഡേ മാർക്കറ്റാണ് ഒരു സോഴ്സ്. പിന്നെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളും നമ്മളെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെയാണ്. അത് കുറച്ച് പ്രയാസമാണ്. ചിലരൊക്കെ പറയാറുണ്ട്, നമ്മളെ വലിയ വലിയ കളക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്, അവർ മാക്സിമം അവരൊരു ബുക്കിന് കൊടുത്തത് 500 രൂപ 600 രൂപ എന്നൊക്കെയാണ്. പക്ഷേ എൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ഞാൻ അതിലൊക്കെ കുറേയധികം പൈസ ഒക്കെ കൊടുത്തിട്ട് പല ബുക്സും വാങ്ങിയിട്ടുണ്ട്. പിന്നീട് വെച്ചാൽ ആ സമയത്ത് വാങ്ങിയിരിക്കുന്ന കുറേ ബുക്സ് ഇപ്പം വളരെ റെയർ ആയതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ അവരുടെ അടുത്ത് ആർക്കും ബുക്ക് ആണെങ്കിൽ എൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ബുക്ക് കൊടുത്തിട്ട് ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്യാണ് ഇപ്പം ഒരു 1-2 വർഷമായിട്ടുള്ള മെയിൻ പരിപാടികൾ. പിന്നെ വളരെ റെയറായിട്ട് ചില സമയത്ത് നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴയ വീടുകളാണ് ഞാൻ ആദ്യം ഇങ്ങനെ നോക്കുക, അൽമാരിലൊക്കെ വല്ല സാധനങ്ങളുണ്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലപ്പോഴും അവരൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന മാഗസിൻ ഇതൊക്കെ എനിക്ക് തരാറുണ്ട്. അതിന് ചിലപ്പം എന്തെങ്കിലും ബാക്കി അവർക്കൊക്കെ പലപ്പോഴും ഫിക്ഷനൊക്കെ ആയിരിക്കും ഇഷ്ടം. എൻ്റെ അടുത്താണ് ഫിക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അത് കൊടുത്തിട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കോമൺ ഇത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഡൗൺ ടു എർത്താണ്. ഒട്ടും ഷോ ഓഫ്സ് അല്ല, നോളജ് കൊടുക്കാൻ അല്ല ഇൻഫർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരില്ല, അല്ലാണ്ട് എന്തെപ്പോൾ ഇവിടെ ചോദിച്ചാലും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. പിന്നെ ദേ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ പ്രൊമോട്ടിംഗ് ദിസ് പാഷൻ, സേവിങ് ദി ഇൻഡസ്ട്രി. അങ്ങനെ കോമിക്സ് ഹാസ് ബീൻ എ ബ്രിഡ്ജ് ടു വേരിയസ് കൾച്ചേഴ്സ്. അങ്ങനെ ഒരു യു ഫൈൻഡ് കോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ആൾക്കാർ ആ കോമിക്സിൻ്റെ ഒരു വാല്യൂവും അതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസൊക്കെ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ്. നൗ യു ഫൈൻഡ് എ ലോട്ട്. ഈ കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിൽ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഈ എൻ്റെ കോമിക്സിനെ പറ്റി ചോദിക്കാൻ. അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വല്ല ആർട്ടിക്കിൾ വരുന്നുണ്ട്, ടി വിയിൽ ഒരിക്കൽ NDTV ഗുഡ് ടൈംസിലൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ഒരു 10 ഇയേഴ്സിലാണ് ആൾക്കാർക്ക് ഇന്ത്യയിൽ കോമിക്സിലൊരു ഇൻട്രസ്റ്റ് വന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് നോബഡി വാസ് ബോധേഡ്. അത് കോമിക് വായിച്ചു കഴിയുമ്പോൾ അത് കീറിയെടുത്ത് അതിനകത്ത് കപ്പലണ്ടി വിൽക്കലായിരുന്നു ആൾക്കാർക്ക് പരിപാടി. ഇപ്പോഴും ഞാനങ്ങനെ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ കപ്പലണ്ടി മേടിച്ചപ്പോൾ അതൊരു ഹിന്ദി ഇന്ദ്രജാൽ കോമിക്കിൻ്റെ പേജായിരുന്നു. അതിലായിരുന്നു ആൾ റാപ്പ് ചെയ്ത് തന്നിരുന്നത്. നമ്മളുടെ ഈ കേരളീയരുടെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പല കാര്യത്തിലും ഭയങ്കര മെച്ചപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിൽ അതല്ല, പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ള സാധനങ്ങൾ കൃത്യതയോടുകൂടി കീപ്പ് ചെയ്യാൻ നമ്മൾ വളരെ ഇതാണ്. നമ്മൾ ഈവൻ നോർത്ത് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ അവരവരുടെ കോമിക്സൊക്കെ വളരെ നീറ്റായിട്ട് നല്ല മിൻറ്റ് കണ്ടീഷനിലൊക്കെ വെക്കും. നമ്മൾ സുമിത്ത് എന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു കളക്ടർ. അപ്പം മൂപ്പരെ നമ്മൾ വിളിക്കുന്നത് തന്നെ മിൻറ്റ് എന്നാണ്, സുമിൻറ്റ് എന്നാണ് വിളിക്കുക. കാരണം വെച്ചാൽ മൂപ്പരുടെ കോമിക്സൊക്കെ അത്രയും പക്കയായിരിക്കും, അത്രയും നീറ്റായിരിക്കും. മൂപ്പർ കളക്ട് ചെയ്ത് അങ്ങനത്തെ കോമിക്ക് കളക്ട് ചെയ്യും. അല്ലെങ്കിൽ അങ്ങനത്തെ അത്ര ഇതില്ലാത്തൊരു കോമിക് ഉണ്ടെങ്കിൽ മൂപ്പർ അപ്ഗ്രേഡ് ചെയ്യും, എന്നിട്ട് മറ്റേ കോമിക്ക് ഒഴിവാക്കും അല്ലെങ്കിൽ വിൽക്കുക, അങ്ങനെയാണ് ചെയ്യാം.
പക്ഷേ കേരളത്തിൽ ആ ഒരു സംസ്കാരം ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന കോമിക്കുകൾ പലപ്പോഴും പേജൊക്കെ കീറിയത് അല്ലെങ്കിൽ ഉള്ളിൽ കീറി ആ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യതയോട് കൂടിയിട്ട് വളരെ നീറ്റായിട്ട് പിന്നെ എന്താണ് പെട്ടെന്ന് മോശമാവാത്ത രീതിയിൽ ഞാനൊക്കെ ഇപ്പം അധിക കളക്ടേഴ്സ് അത് തന്നെയാണ് ചെയ്യുക. കാർഡ്ബോർഡിൻ്റെ ഇതും പിന്നെ ബോഡി ചെയ്യാന്ന് പറയും, അത് ബോഡി ചെയ്തിട്ട് കവറൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കുക, ആ ഒരു രീതിയിലായിരിക്കണം. അങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ മറ്റുള്ളവർക്ക് വായിക്കാൻ പ്രയാസമായിരിക്കും. കാരണം നമുക്കത് പുറത്തെടുത്തിട്ട് വായിക്കാൻ കൊടുക്കുക. ഈവൻ വൈഫിന് പോലും ഞാൻ സാധാരണ ഇതിൽ എൻ്റെ കോമിക്സ് ഒന്നും വായിക്കാൻ കൊടുക്കാറില്ല. മാഗസീൻസ്, ഫിലിം മാഗസീൻസ് ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. അത് മാത്രമേ അവളെ തൊടാൻ സാധാരണ സമ്മതിക്കാറുള്ളൂ. ബാക്കിയൊക്കെ എടുത്ത് അതൊരു മോശം ടെൻഡൻസിയാണ്. എന്നാലും പിന്നെ പേടിച്ചിട്ടാണ്. കാരണം വെച്ചാൽ ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു പേടിയാണ്. നമ്മളിപ്പം ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇത്രയും കാലം കൊണ്ടു നടന്നിട്ട് മോശമായി പോകണ്ടെന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീടൊന്ന് റെനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറേ അധികം എൻ്റെ മാഗസീൻസും കോമിക്സൊക്കെ തന്നെ ഒരു 5-6 അൽമാരകളിലാണ് വെച്ചിരുന്നത്. അപ്പം പലപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ അൽമാരിൻ്റെ മുകളിൽ പിന്നെ ഡ്രസ്സും അടിയിൽ കോമിക്സും വെച്ചിട്ടാണ് ഇതാക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അൽമാരയിൽ പോലും ഡ്രസ്സിങ് ഇതിൻ്റെ അൽമാരയിൽ പോലും അവളുടെ മുകളിൽ സാരി ആയിരിക്കും, അടിയിൽ ഇതായിരിക്കും. അപ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത്രയും സാധനങ്ങൾ ഇൻടാക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും. വളരെയധികം സപ്പോർട്ടീവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം എൻ്റെ ഒരു ആദ്യ കാലഘട്ടത്തിൽ 2014 അല്ലെങ്കിൽ 2013-14 കാലഘട്ടത്തിലൊക്കെ ധാരാളം പൈസ ഇതിനു വേണ്ടി ചിലവാക്കുമ്പോഴും ഞാൻ വീട്ടിൽ പൈസ കൊടുക്കാണ്ട് പോലും പിന്നെ എത്രയോ മാസങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചില സമയത്ത് വെച്ചാൽ ബെഡ്റൂമിലും കൂടി 2 അൽമാരയിൽ നിറയെ ബുക്സ് വെച്ച സമയത്ത് അവർക്ക് അലർജിയൊക്കെ വന്ന സമയത്ത് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു അൽമാര മാറ്റി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ പുറത്ത് കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യനെ കിട്ടിയത്. ഈ കളക്ടർക്ക് തീർച്ചയായിട്ടും കളക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു കോംപ്രമൈസാണ്. നമ്മളെ നമ്മളെ കുടുംബക്കാരായിട്ട് മാത്രമല്ല, നമ്മളെ ഈവൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു തരത്തിലുള്ള കോംപ്രമൈസാണ്. പക്ഷേ ഏറ്റവും അധികം സപ്പോർട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ വൈഫിനോട് തന്നെ ആയിരിക്കും. കാരണം മക്കളൊക്കെ പലപ്പോഴും വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. വൈഫ് നമ്മളെ കൂടെ തന്നെ നിൽക്കുന്ന വൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പിന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിലും അവളുടെ അൽമാരയിലും എല്ലാം ബുക്സിൻ്റെ ഒരു ഇത് കാണുന്ന സമയത്ത് സപ്പോർട്ടീവ് ആയിരിക്കണം. എന്നാലും മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ടാണ് ഞാൻ ഇൻട്രാക്റ്റ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളും, ഒന്ന് വളരെ പ്രായമുള്ള ആൾക്കാരും. ഇവരിൽ നിന്ന് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട്. ഇവരുടെ കഥകൾ കേൾക്കാനും ഇവരുടെ അനുഭവങ്ങളും, പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ നിന്ന് നല്ലൊരു ഓറൽ ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കാം കഥകൾ കേൾക്കുമ്പോൾ. പിന്നെ അപ്പോൾ ഇങ്ങനെ കുട്ടികൾ പിന്നെ പലപ്പോഴും പിന്നെ എസ്പെഷ്യലി ഞാൻ ഈ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ അവരുടെ പേരൻസുമായിട്ടൊക്കെ വരുമ്പോൾ എന്ത് ഹോബിയാണ് പെർസ്യൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് പറയും, കോമിക്സ് നിങ്ങൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കുട്ടി വായിക്കുമെങ്കിൽ യു ഗോ ഫോർ കളക്ടിങ്, നോട്ട് ജസ്റ്റ് റീഡിങ് അലോൺ. യു കളക്ട് ദ സ്റ്റഫ്സ് വാട്ട് യു വുഡ് ലൈക്ക് ടു റീഡ് and you have a collection aside. That will actually repay him later. കാരണം ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെ ആകാം ചിലപ്പോൾ. ലൈഫിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ തന്നെ ഒരു സാധനം ഉണ്ടാവും. അത് പലപ്പോഴും അത് ഹെൽപ്പ് ഔട്ട് ചെയ്യും, ആ കളക്ഷൻ ഒരു സാധനം. പിന്നെ കോമിക്സിൽ മറ്റ് ഹോബി പോലെ ഫേക്സ് ഇല്ല. വെൻ യു സെഡ് അബൌട്ട് ചീറ്റിംഗ്, കോമിക്സിൽ എൻ്റെ അറിവിൽ വലുതായിട്ട് ഫേക്സ് പറ്റില്ല. കാരണം ഒരു അതേപോലെ തന്നെ ഒരു ബുക്ക്, പിന്നെ ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയർ ഈവൻ ഇഫ് ദേ ഹാവ് ടു മേക്ക് ഫേക്സ്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ലൈക്ക് പിന്നെ എന്താ പറയുക, കോയിൻ ന്യൂമിസ്മാറ്റിക്സ് ആണെങ്കിലും ഫിലാറ്റലി ആണെങ്കിലും എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം ഫേക്സുകളുണ്ട്. അപ്പം കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹോബിയാണ് കോമിക് കളക്ഷൻ. അത് അഡൾട്ട് വരെ കൊണ്ടുപോവുകയും ചെയ്യാം. യു ക്യാൻ വെരി വെൽ റീഡ് ഓൾസോ, ചെറിഷ് ഇൻ എവറി പാർട്ട് ഓഫ് യുവർ ലൈഫ്.
കഥവര കഥകളുടെ ഈ ചെറിയ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. നമ്മൾ എത്തി നിൽക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്, നമ്മളെല്ലാവരുമുള്ള ഈ കാലഘട്ടത്തിൽ. ഈ ചെറിയ യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ ഒരുപാട് കലാകാരന്മാരും അവരുടെ കഥകളുമുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. എങ്കിലും മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ എത്തി നോക്കാൻ ഈ ഒരു ഡോക്യു സീരീസ് സഹായിച്ചു എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നിർത്തുന്നു. കഥവര കഥകളുടെ അവസാനത്തെ എപ്പിസോഡ് ഇന്നത്തെ കോമിക്സുകളെ കുറിച്ചാണ്. കുട്ടിക്കാലം മുതൽക്കേ കോമിക്സ് വായിച്ചു വളർന്ന ഒരു പറ്റം ആളുകൾ പിന്നീട് അവരുടെ കഥകളും കോമിക്സിലൂടെ പറയുവാൻ തുടങ്ങി. അവർ പറയുക മാത്രമല്ല, ആ കഥകൾ സ്വയമായി പ്രസിദ്ധീകരിക്കുവാനും തുടങ്ങി. ഈ എപ്പിസോഡ് അവരെക്കുറിച്ചാണ്, കോമിക് ക്രിയേറ്റേഴ്സിനെ കുറിച്ചാണ്. പബ്ലിഷിംഗ് ചെയ്യണമെന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടക്കുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. ബിക്കോസ് ദ എമൗണ്ട് ഓഫ് മണി ഇൻവോൾവ് ഇൻ സ്റ്റാർട്ടിങ് എ പബ്ലിഷിംഗ് ഹൗസ് ഇസ് നോട്ട് സ്മോൾ. പക്ഷേ 2009 ആ തുടക്കത്തിൽ റിസഷൻ വന്ന് ജോലി പോയ സമയത്ത് ഒരു 9 മാസം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഫ്രീലാൻസിങ് നോക്കിയിട്ട് ഇങ്ങനെ എന്താണ് ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ വന്നിട്ട് അവനൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം, അവന് കഥയൊക്കെ പറഞ്ഞപ്പം എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാനെന്നാൽ ഇതൊരു കോമിക്കായിട്ട് അഡാപ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നിനക്ക് ആ കോമിക്ക് ആയി കഴിയുമ്പം ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ കാണിച്ച് അത് വേണമെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആക്കാനുള്ള ഒരു സ്റ്റോറി ബോർഡ്സ് പോലെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും രാജീവ് വൈബ് എന്ന് പറഞ്ഞ എൻ്റെ NITയിൽ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും കൂടെ ഹഷ് എന്ന് പറഞ്ഞൊരു കോമിക്ക് ചെയ്തു. അതൊരു സൈലന്റ് കോമിക് ആയിരുന്നു. അന്നത്തെ കാലത്ത് സൈലന്റ് കോമിക്സ് തന്നെ ആരും ചെയ്യുന്നില്ലായിരുന്നു. കോമിക്സ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. എനിക്ക് സാനാ ബാനർജിയുടെ കോറിഡോർ മാത്രം ഉണ്ടായിരുന്നു, കരി ഉണ്ടായിരുന്നു അമൃത പാട്ടിലെ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദുബായിലുള്ള എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ച എൻ്റെ ഫ്രണ്ട് ദിലീപ് പറഞ്ഞു, നമുക്കെന്നാൽ ഇത് ഒരു പബ്ലിഷിംഗ് ഹൗസായിട്ട് തുടങ്ങിയാലോ. അപ്പോൾ എൻ്റെ പഴയ കമ്പനിയിലെ ബോസ് സോമ പുള്ളിക്കാരൻ ഒരു കുറച്ച് പൈസ ഒരു സീഡ് ഫണ്ടിങ് പോലെ എനിക്ക് തന്നു. ദിലീപ് അവൻ്റെ സേവിങ്സ് കുറച്ച് പൈസ ഇട്ട് ഞങ്ങൾ മാൻഡാര എന്നുള്ള കമ്പനി തുടങ്ങി. ഹഷ് ആയിരുന്നു ഫസ്റ്റ് ബുക്ക്. അത് ഇറ്റ് വാസ് നോൺ ബിക്കോസ് ആ ചൈൽഡ് സെക്ഷൽ വയലൻസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അന്നൊക്കെ നമ്മൾ ഒട്ടും സംസാരിക്കാത്ത ടാബു ടോപ്പിക് ആയിരുന്നു അത്. അപ്പോൾ ഒരു ഹൈസ്കൂൾ ഷൂട്ടിങ്ങിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഉള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈലൻ്റ് ആയിട്ടുള്ള കോമിക് ആയിരുന്നു. അത് അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെടുകയും ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ മിക്സ് ടേപ്പ് 1ഉം മിക്സ് ടേപ്പ് 2ഉം ഇറക്കി. മാച്ച് ബോക്സ് കോമിക്സും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. പക്ഷേ ദിലീപ് ദുബായിൽ ഫുൾ ടൈം ജോബും ഞാനൊരു ഫുൾ ടൈം മാൻഡാറെ ഇങ്ങനെ ഓൺ ദ ഗ്രൗണ്ട് നടത്തുമായിരുന്നു. അപ്പം ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെയും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. യു കുഡന്റ് കമ്മ്യൂണിക്കേറ്റ് വെൽ, ഡിസിഷൻസ് എടുക്കാൻ സമയം എടുക്കുന്നു, നമ്മുടെ പ്രയോറിറ്റീസ് ചിലപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാകാം. അപ്പം അങ്ങനെ അത് മുന്നോട്ട് അങ്ങനെ ഒരു സ്ഥിതിയിൽ പോകാൻ പറ്റില്ല. ഹീ കുഡന്റ് കം ബാക്ക് ആൻഡ് ഐ ഹാഡ് ടു സ്റ്റേ ഫുൾ ടൈം. അപ്പം അത് വരാതെ വന്നപ്പോൾ നമ്മൾ ആ കമ്പനി വൈൻഡ് ഡൗൺ ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോൾ ടീന ഹാഡ് ജോയിൻഡ്, ഷീ വാസ് സ്റ്റാർട്ടിങ് ടു ടെൽ മിക്സ് ടേപ്പ് 1 അതൊരു കഥ പറഞ്ഞു. നമ്മൾ മിന്റിന് വേണ്ടി സ്മോൾ പിക്ചേഴ്സിനകത്ത് സ്റ്റോറീസ് ഷീ ഹാഡ് സെഡ്. അപ്പം ഷീ ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ബി എ റൈറ്റർ. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഇതേ പാത്ത് കണ്ടിന്യൂ ചെയ്യണം, സ്റ്റോറി ടെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആ ബുക്സ് എല്ലാം നമ്മൾ ദിലീപിനോട് പറഞ്ഞിട്ട് വി ടുക്ക് ഇറ്റ് ഇൻ ടു ന്യൂ കമ്പനി. എൻ്റെ അങ്ങനെയാണ് നമ്മൾ കോക്കാച്ചി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഓൺലൈൻ ആയിട്ട് കുറേ ആദ്യം എനിക്കൊന്ന് കഥ പറയണമെന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാൻ മേല. ഈ പറഞ്ഞ ഫിലിം വർക്കും അങ്ങനെ പല എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾക്ക് പറയേണ്ട കഥകൾ നമുക്ക് പറയേണ്ട പോലെ പറയണമെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. ഫിലിം ആനിമേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂട്ടി ചെയ്യുക, അതൊന്നും നടക്കത്തില്ല. അപ്പം എൻ്റെ സ്കില്ല് കൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് എൻ്റെ ടൈം കൊണ്ട് അതിലെ റിസോഴ്സസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഹലഹല കോമിക് ആവുന്നത്. അല്ലെങ്കിൽ ഈ ഹലഹല ഒരു കാർട്ടൂണായിട്ട് ലോഞ്ച് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം വിചാരിച്ചത്. അതിനുള്ള സ്കില്ലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത്, ഈ നമ്മൾ ചെയ്യുന്ന കോമിക്സ് ആർക്കെങ്കിലും വായിക്കണോ, ഞാൻ തന്നെ എൻ്റെ ഒരു ബബിളിൽ ഇങ്ങനെ വിചാരിച്ച് പോവുകയാണോ ഇത് കോമിക്കാണ് നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഓൺലൈൻ അന്നേരം എനിക്ക് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വെബ്സൈറ്റ് ഇട്ട് 2006 എങ്ങാണ്ട് വെബ്സൈറ്റ് ജോർജ് മാത്തൻ വെബ്സൈറ്റിൽ കുറേ കോമിക് കിട്ടും. അപ്പോൾ ഈ ഹലഹല എന്നുള്ള പേര് വരുന്നതേ ഉള്ളൂ. അപ്പൂപ്പനാണ് കഥ പറയുന്നത്. പക്ഷേ ഈ കൺഫ്യൂസ്ഡാണ് ആ പാടെ. ഐഡൻറ്റിറ്റി ജോർജ് മാത്തൻ ഉണ്ട് അതിനകത്ത്, എല്ലാം കൂടെ മിക്സാണ്. പക്ഷേ ആ വെബ്സൈറ്റിൽ നിന്ന് ബ്ലാഫ്റ്റ് എങ്ങനെയോ ഞാൻ ഇമെയിൽ ചെയ്യുമായിരുന്നു എല്ലാവർക്കും, ഇപ്പോൾ വന്ന് കാണാൻ. അങ്ങനെയാണ്, ഫേസ്ബുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം അവർ വന്ന് കണ്ടിട്ട് എന്നോട് പബ്ലിഷ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇത് ഓക്കെ, എനിക്ക് വേണ്ട ഒരു ആക്സെപ്റ്റൻസ് കിട്ടി. അതിൽ നിന്ന് നമ്മൾ
പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. വിതിൻ ഇയർ ഒരു ബുക്കിൻ്റെ കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞ്. അപ്പം അന്നേരം അത്രയും കഥകളൊന്നുമില്ല. നമ്മൾ വിചാരിച്ച കുറേ കഥകളുണ്ട്, പക്ഷേ വരച്ചുണ്ടാക്കിയതായിട്ട് വളരെ കുറച്ച് കഥകളേ ഉള്ളൂ. അതൊക്കെ വരച്ചുണ്ടാക്കി അടുത്ത ഒരു 1-2 വർഷം കൊണ്ട് മുന്നോട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെയാണ് പബ്ലിഷിങ് തുടങ്ങുന്നത്, പബ്ലിഷിങ് കയറുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പബ്ലിഷ് ചെയ്തു, എല്ലാം ശരിയായി, ഇനിയിപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പബ്ലിഷിങ് തുടങ്ങി. ഇല്ല, പബ്ലിഷ് ചെയ്തപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ആരും തിരിഞ്ഞു നോക്കിയില്ല, അത്രേ ഉള്ളൂ. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത്രേ ഉള്ളൂ സീൻ. പബ്ലിഷ് ചെയ്തു, ബുക്ക് ചില കടകളിലൊക്കെ ചെന്നു. ഇനിയിപ്പം ബാക്കി ബുക്ക് എങ്ങനെയാണ് വിൽക്കുന്നതെന്നൊക്കെ നോക്കണം. പിന്നെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോഴത്തേനും ഗ്രാഫിക് നോവൽസ് എവിടെയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ്, ഗ്രാഫിക് നോവൽസിലുള്ള മൂവ്മെൻറ്റ് എത്രയാണ്, ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഭയങ്കര ഡിപ്രസിങ്ങാണ്. പ്രോബ്ലം ഈസ് ഫൈൻഡിങ് റീഡേഴ്സ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഹേർഡിലുള്ളത്. അതായത് ഈ നീഷ് എന്ന് പറയുന്നത് ഈസ് ബിക്കോസ് നീഷ് ആണ് അതിൻ്റെ റീഡർഷിപ്പ് ഉള്ളത്. അപ്പം പലരും ചെറുപ്പത്തിൽ വായിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കട്ട് ഓഫ് ആയി, അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെ ഈ മീഡിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എക്സിസ്റ്റിംഗ് റീഡർഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളത് വളരെ ചെറുതാണ്. അത് വെച്ചിട്ട് മാത്രമേ നമുക്കൊരു കമ്പനി ലോങ് ടേം റൺ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. പിന്നെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കര സ്കാറ്റേർഡ് ആണ്. അപ്പം ഹൗ ഡു യു ഫൈൻഡ് ദീസ് പീപ്പിൾ? അതിന് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർ ഇപ്പം ബേസിക്കലി കൂടുതലായിട്ട് ഞങ്ങളുടെ ബുക്സ് ഇപ്പോൾ വായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് കോമിക്സ് പുറത്തുനിന്ന് വാങ്ങി ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഡിസൈൻ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഡിസൈൻ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഇപ്പം വാങ്ങിക്കുന്നത്. അപ്പം ഈ ഒരു 2 ഗ്രൂപ്പ് അല്ലാതെ സാധാരണ ആളുകൾ, പണ്ട് കോമിക്സ് വായിച്ചിട്ടുള്ള ആൾക്കാർ, അവര് കോമിക്സ് കുട്ടികൾക്ക് ഉള്ളതാണ് എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്തിരിക്കുന്നവര്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, കുറച്ചൊരു ഇൻഫീരിയർ മീഡിയം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് എന്ന് വിചാരിച്ച് വാങ്ങിക്കാത്ത ആൾക്കാർ. അപ്പം അവരുടെ ഇടയിലേക്ക് അങ്ങനെയല്ല എന്നുള്ള ആ ഒരു മെസ്സേജുമായിട്ട് നമ്മൾ എങ്ങനെ എത്തും, അവരെ നമ്മൾ എങ്ങനെ സാധാരണ ആളുകളെ കൂടെ കോമിക്സിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഹേർഡിൽ. അപ്പം ആക്സസ് പോയിന്റ്സിന്റെ ഒരു കുറവുണ്ട്. ബുക്ക് സ്റ്റോഴ്സിലാണെങ്കിലും ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഇൻ ടു ബുക്ക് സ്റ്റോഴ്സ് വിത്ത് കോമിക്സ്. അല്ലെങ്കിൽ നമ്മളൊരു ഹാർഡ് കവർ ബുക്കൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഒരു തിക്ക് ബുക്കൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറെ കൂടെ അവര് അക്സെപ്റ്റ് ചെയ്യും. ഈ ക്രോസ് വേർഡ് അങ്ങനത്തെ ചെയിൻ ബുക്ക് സ്റ്റോഴ്സിലേക്ക് നമുക്ക് ഒരു പൈപ്പ് ലൈൻ ഇല്ലെങ്കിൽ, നമുക്കൊരു കുറച്ചൊരു സബ്സ്റ്റാൻഷ്യൽ ലൈൻ ഓഫ് ബുക്സ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ആക്സസ് കിട്ടാനായിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇൻഡിപെൻഡൻറ്റ് ബുക്ക് സ്റ്റോഴ്സിലും ഡിസൈൻ സ്റ്റോഴ്സിലും ആണ് ഉള്ളത്. പക്ഷെ ഡിസൈൻ സ്റ്റോഴ്സിലേക്ക് പോകുമ്പോഴും നമ്മൾ ആ ഒരു എലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് നമ്മുടെ ആക്സസ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ കൂടെ ജനറൽ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിയാലേ നമുക്ക് മീഡിയം കുറേ കൂടെ ആക്സസിബിൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നതാണ് ഒരു വലിയ ഹേർഡിൽ. പിന്നെ കോമിക്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഒരു പ്രോസ് ബുക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അതായത് നമ്മളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ചിലപ്പം കളർ ഉണ്ടെങ്കിൽ കളറിസ്റ്റ് ഉണ്ട്, അപ്പം റൈറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ബുക്ക് ഇത്രയും പേർക്ക് പേ ചെയ്യണം, ടൈം അത് ഉണ്ടാക്കാൻ, ഇത് വരച്ചുണ്ടാക്കാനുള്ള ടൈം കൂടുതലാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കളറാണെങ്കിലാണ് കുറെ കൂടി ജനറൽ പബ്ലിക്കിന് അപ്പീൽ ചെയ്യുക. അപ്പം ഒരു പ്രോസ് ബുക്കിനാകുമ്പോൾ അവർക്ക് കളർ എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മളിത് പ്രിന്റ് ചെയ്യുന്ന കോസ്റ്റ് കൂടുതലാണ്. അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ പലപ്പോഴും ബുക്കിൻ്റെ MRP കൂടുതലായിരിക്കും. അപ്പം ഇത് കാരണം കോസ്റ്റും ചിലപ്പോഴൊക്കെ ജനറൽ പബ്ലിക് കമ്പയർ ചെയ്യുമ്പോൾ കോമിക്സ് വേഴ്സസ് പ്രോസ് ബുക്ക് ആണ് അവർക്ക് കുറെ കൂടെ എടുക്കാൻ പറ്റുന്ന. അങ്ങനത്തെ ഹേർഡിൽസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറെ കൂടെ ജനറൽ പബ്ലിക്കിലേക്ക് എത്താൻ കേട്ടോ. ഇതിൽ നമ്മൾ വേറൊരു ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഓഡിയൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഓഡിയൻസ് ഒന്നാമതായാലും കോമിക്ക് വായിക്കുന്നില്ല, ഒന്നാമതായാലും ഒന്നും വായിക്കുന്നില്ല. വായിച്ചാൽ തന്നെ ചിലപ്പോൾ കോമിക്സ് ആയിരിക്കും വായിക്കുന്നത്. അതുകൊണ്ട് അവർ ക്ലാസിക്സൊക്കെ ഇപ്പോൾ ഗ്രാഫിക് നോവലായിട്ട് ചിലരൊക്കെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ അറ്റൻഷൻ സ്പാൻ, ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഫോർ അസ്. അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുക്കണം. നേരത്തെ രാഷ്ട്രമേൻ ആദ്യം ഫസ്റ്റ് സീസണൊക്കെ ന്യൂസ് ലോണ്ടറിയിൽ വന്നുകൊണ്ടിരുന്നപ്പം അത് 6 frames ഉണ്ടായിരുന്നു. 6 framesലെ കഥ പറയുന്നു. ആൻഡ് ദേ സ്റ്റാർട്ടഡ് തിങ്കിങ് ദാറ്റ്സ് ടു ലോങ്.
6 frames പറ്റത്തില്ല. അത് ഒരു 4 frame ആക്കുക, അല്ലെങ്കിൽ ഒക്കുമെങ്കിൽ 2 അല്ലെ 1 ആക്കി തരാമെങ്കിൽ എല്ലാ കാര്യവും ഒറ്റ ഫ്രെയിം പറയാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളൊരു മൂഡാണ് ജനറൽ മീഡിയയ്ക്കുള്ളത്. അപ്പോൾ ആർക്കും അറ്റൻഷൻ സ്പാൻ ഇല്ല, എല്ലാം കണ്ട ഒരു പരസ്യം പോലെ ഇരിക്കണം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും അറ്റൻഷൻ സ്പാൻ ഇത്രയും കുറഞ്ഞു എന്ന്. സോ ദ പവേഴ്സ് ദറ്റ് ബി ആൻഡ് ദി അതർ സൈഡ് എല്ലാവരും ഇഷ്യൂസ് കോംപ്ലക്സ് ആക്കാൻ തുടങ്ങി. സോ ഇവരുടെ അടുക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയണമെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നത്. കാരണം ആ ട്രെൻഡിനെ ഉപയോഗിച്ച് എനിക്കൊരു പോയിൻ്റ് ഉണ്ടാക്കാമെങ്കിൽ ഐ മൈറ്റ് ഗെറ്റ് ത്രൂ ടു മോർ പീപ്പിൾ. സീരിയസ് ആയിട്ട് ആർക്കും ഒന്നും അറിയണ്ട, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കംഫർട്ടബിളായിട്ടൊക്കെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഒരു പേരിനിപ്പോൾ ഒരു 4-5 പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂ പോസ്റ്റിനെ ലൈക്ക് ചെയ്ത് കഴിയുമ്പം യു ക്യാൻ കണ്ടിന്യൂ യുവർ ലൈഫ് സ്റ്റൈൽ. അതിന് ഒരു റിഡീമിങ് ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് നോക്കുമ്പം. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ആരും ഇതിനെയൊന്നും സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല. ആരും ഇതുകൊണ്ട് ലോകമൊന്നും മാറാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്തു. ഹാർപ്പർ കോളിൻസ്, ആമസോൺ, വെസ്റ്റ്ലാൻഡ് എല്ലാവരും പബ്ലിഷ് ചെയ്തു. നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഐ തിങ്ക് പബ്ലിഷിംഗ് ഇറ്റ് സെൽഫ് ഇസ് വെരി സ്കെയർഡ്. പബ്ലിഷിംഗ് ഇസ് ഗോയിങ് ടു ഡൈ. അപ്പം അവരിങ്ങനത്തെ എഫേർട്സ് ഒന്നും അധികം മാർക്കറ്റ് ചെയ്യത്തില്ല. ദേ ലൈക്ക് ടു പബ്ലിഷ് ഇറ്റ്, ദേ ലൈക്ക് ടു ഓൺ ദ കോണ്ടൻറ്റ്. പക്ഷേ അവർക്ക് അതിനുള്ള ഒരു പുഷ് ഇല്ല ഇപ്പോൾ. കാരണം ദേ ഡോണ്ട് നോ ദ ഫ്യൂച്ചർ ഓഫ് പബ്ലിഷിംഗ്. അപ്പം ഡെഫിനറ്റ് ഹിറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ പുഷ് ചെയ്യത്തുള്ളൂ അൺലെസ് there is a boom in graphic novels or comics suddenly. ബൂം വരുന്നതും എൻ്റെ പോലത്തെ ബുക്സിലല്ലായിരിക്കും, അത് സൂപ്പർ ഹീറോ കോമിക്സിലായിരിക്കും. വി ഡോണ്ട് വോണ്ട് ടു ഡു സൂപ്പർ ഹീറോ കോമിക്സ് ബിക്കോസ് ഞങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള പല സൂപ്പർ ഹീറോ കോമിക്സും അതൊരു വെസ്റ്റേൺ ഐഡിയനെ ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. അപ്പം യു കാൺസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ സ്പൈഡർമാൻ്റെ ഇന്ത്യൻ വേർഷൻ ചെയ്തു, മുണ്ടൊക്കെ ധോത്തിയെ കുടിപ്പിച്ച് മീരാ ജെയിൻ എന്നുള്ള ഒരു സൈഡ് കിക്കിനെ കൊടുത്തിട്ട് പവിത്ര പ്രഭാകർ. പക്ഷേ യു ഡോണ്ട് ഹാവ് സ്കൈ സ്ക്രേപ്പേഴ്സ് ലൈക്ക് ഇൻ മാൻഹാറ്റൻ. ഇവിടെ ബോംബെയിൽ പോലും അത്ര സ്കൈ സ്ക്രേപ്പേഴ്സ് ഇല്ല. അപ്പം ആ ഒരു ഐഡിയ ഇസ് നോട്ട് വർക്കിംഗ് ഹിയർ. പക്ഷേ എന്നാൽ നമ്മുടെ ഫ്രണ്ട്സ് ലിബർ ആർട്ടിസ്റ്റ് കിഷോറും സിനുവും റോഷനും കൂടെ കോക്കോമാൻ എന്ന് പറഞ്ഞൊരു കേരളത്തിലെ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ഉണ്ടാക്കിയായിരുന്നു, വിച്ച് ഇസ് റിയലി ഫൺ. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറൽ മില്യൂന് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ വർക്ക്. ബട്ട് എസെൻഷ്യലി നമ്മളൊരു സ്റ്റോറി ടെല്ലർ ആവാനാണ് നമ്മുടെ എഫേർട്ട് കിടക്കുന്നത്. വിഷ്വലി ഓറിയൻറ്റഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. പക്ഷേ കഥ പറച്ചിലാണ് മെയിൻ പരിപാടി. അപ്പം കഥ പറയണമെങ്കിൽ നമുക്ക് പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് പല ക്യാരക്ടേഴ്സിൻ്റെ ലോകങ്ങൾ കൊണ്ടുവന്നാലേ കഥ നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പല എക്സ്പീരിയൻസസ് വേണം. നമ്മൾ പോയി എക്സ്പെരിമെൻറ്റ് ചെയ്യണം, നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. അങ്ങനെ ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും കഥ പറയാൻ പറ്റത്തില്ല. കാരണം ഇച്ചിരി 2 dimensionalaയി പോകും. എന്നാൽ റിസ്ക് ഉണ്ട് കൂടുതൽ. പ്രത്യേകിച്ച് നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ നോക്കുമ്പം നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് കഥയിലേക്ക് പോകണ്ട, നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ഹീറോയിനെ കൊണ്ടുവരണ്ട. ഒരു എപ്പിസോഡിക്കായിട്ടുള്ള ഒരു നീണ്ട ഒരു കഥ പറഞ്ഞിട്ട് ഒരു വലിയ ഈവിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് പല ഗുഡ് ഫോഴ്സസ് ഒന്നിച്ച് കൂടി ആ ഈവിളിനെ തകർക്കുന്ന കഥ നമുക്ക് ഇനിയും പറയണ്ട. ഇനിയുള്ളത് നമ്മൾ പുതിയ കഥകൾ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് കോമിക്സ് അല്ലെ ഗ്രാഫിക് നോവൽസിൻ്റെ ടെറിട്ടറി അവിടെയാണ് നമ്മൾ. ഇറ്റ്സ് ഓൾസോ റിയാക്ഷൻ ടു ദ സൂപ്പർ ഹീറോ പ്രോമിനൻസ് ഇൻ കോമിക്സ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇങ്ങനത്തെ ഏരിയാസ് ഒരുപാടുണ്ട് നമ്മൾ. കാരണം നമ്മുടെ കഥകളെല്ലാം നമ്മൾ ഒരേ ഏരിയയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സൂപ്പർ ഹീറോ ടെറിട്ടറിയിലെല്ലാം സ്റ്റക്കായി പോയത്. ഞങ്ങൾ പണ്ട് കോമിക്കോൺ നടത്തിയിരുന്നപ്പം കോമിക്കോണൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട് മാൻഡാരയായിട്ട്. പക്ഷേ കോക്കാഴ്ചയായിട്ട് ഒരു പ്രാവശ്യം കോമിക്കോണിന് പോയിട്ടുള്ളൂ. അതൊരു കോമിക്സെക്കാട്ടും കൂടുതൽ ടീഷർട്ട് വിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറിയായിരുന്നു, വിച്ച് ഇസ് നോട്ട് വാട്ട് ഐ തിങ്ക് കോമിക്സ് സ്റ്റാൻഡ്സ് ഫോർ. അത് എനിക്ക് ഓഡിയൻസിൻ്റെ റിഫ്ലക്ഷനാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൂപ്പർ ഹീറോ ഫിലിം കണ്ടാലും അത് പുറത്തു പോയി തന്നെയാണ്. ആ സൂപ്പർ ഹീറോ ഫിലിം കാരണം ആ സൂപ്പർ ഹീറോ കോമിക്കിൻ്റെ സെയിൽസ് കൂടുന്നില്ല, പക്ഷേ അതിൻ്റെ മെർച്ചൻഡൈസും ടീഷർട്ട്സും എല്ലാം കൂടും. അതൊരു മാർക്കറ്റിംഗ് ആൻഡ് ദാറ്റ്സ് എ വേ ദ മാർക്കറ്റ് റെസ്പോൺസ്. പക്ഷേ നമ്മുടെ കോമിക്സ് ഇന്ത്യയുടെ ഫൗണ്ടറായ ഭരത് മൂർത്തി ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് എന്നുള്ള ആ ഒരു
ഹി സ്റ്റാർട്ടഡ് ഇൻഡിപെൻഡൻറ്റ് കോമിക്സിൻ്റെ ഒരു ഫെസ്റ്റിവൽ പോലെ ഒരു 1 day ഇവൻറ്റ് ബാംഗ്ലൂരിൽ തുടങ്ങി. ദെൻ ഹി സ്റ്റാർട്ട് എക്സ്പാൻഡിങ് ഇറ്റ്. ഇപ്പോൾ എനിക്ക് കൊറോണയ്ക്ക് മുമ്പ് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് there were some 5 or 7 സിറ്റീസിലുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ്, ഞങ്ങൾ 2 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയി. കൊച്ചിയിൽ ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് കഴിഞ്ഞ വർഷം കോമിക് കളക്റ്റീവ് നടത്തിയായിരുന്നു, വിച്ച് വാസ് സച്ച് എ ഡിഫറെൻറ്റ് എനർജി ആയിരുന്നു അവിടെ. വെച്ചാൽ ഈ ഒരു മാർക്കറ്റും ഈ എന്താ പറയുന്നത് ഒരു ടീഷർട്ട് വിൽക്കലല്ലായിരുന്നു. വെച്ചാൽ ക്ലിയർ ആയിട്ട് നല്ല റൂൾസ് എന്ന് വെച്ചാൽ കോമിക്സ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രിൻസ്, പക്ഷേ ഒരു കോമിക് ഉണ്ടായിരിക്കണം ആ ക്രിയേറ്ററിൻ്റെ ടേബിളിൽ എന്ന് പറയുമ്പോൾ അതും ഇത്രയും വലിയ സ്റ്റോളാണോ ചെറിയ സ്റ്റോളാണോ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് ഒരു ഇക്വാളിറ്റി കൊണ്ടുവന്ന ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഞങ്ങളൊരു എസ്റ്റാബ്ലിഷ് പബ്ലിഷർ ആയിരിക്കാം, അതായത് കോമിക്സിൻ്റെ ഈ ചെറിയൊരു ലോകത്തിൽ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് പബ്ലിഷർ ആയിരിക്കാം, പക്ഷേ എന്നാൽ ആദ്യമായിട്ട് കോമിക്സ് ഉണ്ടാക്കുന്ന ഇപ്പം ആകാശ് പറഞ്ഞ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ സാനിന്ദ് പറഞ്ഞൊരു ഇൻഫോവാക്കി വർക്ക് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ റൈറ്റർ, ഇവർക്കെല്ലാം ഒരേപോലെ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. എൻട്രി ബാരിയർ ഒട്ടും ഇല്ലാത്തൊരു ഒരു വെന്യൂ ആണത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് വേർ കോമിക്സ് ഫ്യൂച്ചർ ഉള്ളത്. ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് പോലുള്ള കൂട്ടായ്മകൾ കോമിക്സ് എന്ന മാധ്യമത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതിന് ഏറെ ഉദാഹരണങ്ങളുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ജോഷി ബെനഡിക്റ്റിൻ്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട 2 ഗ്രാഫിക് നോവലുകളായ കൊപ്രച്ചേവും പന്നിമലത്തും. പന്നിമലത്ത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അത് ഒരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മലയാളത്തിലെ പ്രമുഖ പബ്ലിഷർ അവരുടെ അടുത്ത് സമീപിച്ചു. അപ്പോൾ അവർ അത് ചെയ്യില്ലെന്ന് പറഞ്ഞില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞുകൊണ്ടാണ് ആദ്യം അതിൻ്റെ എഴുത്തുകൾ കൈകൊണ്ട് എഴുതിയായിരുന്നു, അതിൻ്റെ എഴുത്തുകൾ അതിനകത്ത്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അത് പ്രിൻറ്റിങ് ആക്കി മാറ്റിയത്. അവർ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങളത് പ്രിൻറ്റിങ് ആക്കി തരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞാൻ ചെയ്തു തരാമെന്ന് ചെയ്തു കൊടുത്തു. അവർ പക്ഷേ പിന്നീട് അങ്ങനെ ചെയ്തു കൊടുത്ത് അവരോട് വാങ്ങി വെച്ചു. പിന്നെ അവരൊന്നും ചെയ്യുന്നില്ല. സാറിന് ഇതിലൊരു പുസ്തകം ചെയ്യണമെങ്കിൽ എഗ്രിമെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ നമുക്ക് ഉടനെ ചെയ്യാം, നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. 3-4 വർഷം കടന്നുപോയി. അപ്പോൾ അവർ ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ അങ്ങനെ പിന്നെ വിളിക്കലില്ലാണ്ടായി. പിന്നെ വേറെ 2 പബ്ലിഷർ അവരുടെ അടുത്തൊക്കെ പോയി. അപ്പോൾ അവരൊക്കെ പറയുന്നത് അവർ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇത് ബിസിനസ് എൻ്റെ വശത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അത് നഷ്ടമായിരിക്കും അവർക്ക്. ഒന്നാമത് ഫുൾ കളർ പ്രിൻറ്റിങ്ങാണ്, പ്രിൻറ്റിങ് കോസ്റ്റ് കൂടും. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത്രയും അവർ ഈ തകരയൊക്കെ ഇറങ്ങിയ ഒരു പരിചയമാണ് അവർ പറഞ്ഞത്. അതിന് തീരെ ചിലവുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരും പബ്ലിഷ് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് പുസ്തകമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം പിന്നെ പുസ്തകമായിട്ട് വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ കൊച്ചിയിലൊരു കോമിക് ഫെസ്റ്റിവൽ വന്നു, ഇന്ത്യ കോമിക്സ് ഫെസ്റ്റിവൽ വന്നു. അപ്പോൾ അവർ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകം അവർ വിളിച്ചിട്ട് എവിടെ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പുസ്തകം ഇതിൽ വെക്കണം എന്ന് പറഞ്ഞു എക്സിബിഷനിൽ. അപ്പോൾ ഞാനിത് പുസ്തകമൊന്നും ആയിട്ടില്ല, ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവരാണ് ഇങ്ങനെ ഐഡിയ പറഞ്ഞത്, നിങ്ങൾ തൽക്കാലം 2 ഓരോന്നിൻ്റെ ഓരോ ഡിജിറ്റൽ പ്രിൻ്റ് എടുത്തിട്ട് പോവാം, ബുക്ക് പോലെ ആക്കിയിട്ട്. അപ്പോൾ അതിന് ഇവർക്ക് വേണ്ടി പബ്ലിഷർക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ച സാധനം നമ്മളിലുണ്ട്, PDF രൂപമുണ്ട്. അപ്പോൾ അതിനെ ഞാൻ കൊണ്ടുപോയിട്ട് പുസ്തകം പോലെ ആക്കി പ്രിൻ്റ് ചെയ്തിട്ട് 2 കോപ്പി എടുത്തിട്ട് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയി. ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ പുസ്തകത്തിന് കുറച്ച് ഓർഡർ കിട്ടി അവിടെ നിന്ന്. അപ്പോൾ അന്നേരം അവർക്ക് പുസ്തകം കൊടുക്കാൻ കോപ്പി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അവരുടെ ഫോൺ നമ്പറും ഒക്കെ മേടിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലെത്തി വീണ്ടും കുറച്ച് ഡിജിറ്റലായിട്ട് പ്രിൻ്റ് ചെയ്തു, അവർക്കൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ ഫേസ്ബുക്കിൽ ഒരു 2 പോസ്റ്റൊക്കെ ഇട്ട് കുറേ പേരോട് ആവശ്യപ്പെട്ടു. പിന്നെ കുറച്ചുകൂടി അറിഞ്ഞ് വാങ്ങുന്നു. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ അതിലേക്ക് അങ്ങ് എത്തുക ചെയ്തത്. പന്നിമലത്ത് ഞാൻ ആദ്യം ആലോചിച്ചാൽ അത് ഒരു ഗൗരവമായിട്ടുള്ളൊരു വിഷയം അതിനകത്തുണ്ട്. അപ്പോൾ അത് തീർച്ചയായും കുട്ടികൾക്കുള്ള വർക്കല്ലെന്ന് ആദ്യം ആലോചിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ളല്ലോ ഇത്. നമ്മൾ ഒരു എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇത് ആരാണ് വായിക്കാൻ പോകുന്നത്, നമ്മൾ ആരാണ് കാണാൻ പോകുന്നത്, നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവും. ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗൗരവമായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക്, വായന ഗൗരവമുള്ള ആൾക്കാർക്കും വരയെ ഗൗരവമായിട്ട് കാണുന്ന ആൾക്കാർക്കും വേണ്ടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ കഥ ഇതിനകത്ത് വാക്കുകൾ വായിക്കുമ്പോഴും ഒരു കൗതുകം ഉണ്ടാവണം, അല്ല ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ കാണുമ്പോഴും ഫീൽ ഉണ്ടാവണം. അങ്ങനെയൊക്കെ തന്നെ ആലോചിച്ചിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ. ഇപ്പോൾ കൊപ്രാച്ചേവ് ചെയ്തപ്പോൾ ഞാൻ അത് വേറെ രീതി ആലോചിച്ചിരുന്നു. അതായത് പന്നിമലത്തിൽ കുറച്ചുകൂടെ കഥ എഴുത്തുണ്ട്, കുറേ കൂടെ കഥയെ വരയ്ക്കുന്ന രീതിയിലാണ് അതിനെ സമീപിച്ചിരിക്കുന്നത്. കൊപ്രാച്ചേവിൽ അങ്ങനെയല്ല, ഞാൻ പടങ്ങൾ കൂടുതൽ ഉപയോഗിക്കണമെന്ന് മനഃപൂർവ്വം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുത്ത് പരമാവധി കുറയ്ക്കുക. അപ്പോൾ അത് അങ്ങനെ മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്. അങ്ങനെ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട്, രണ്ട് രീതിയിൽ വേണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചിലരതിന് കൊപ്രാച്ചേവിന് അത് നല്ലതായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്, മോശമായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ ആ രീതിയിൽ ചെയ്തതിന് ഇത് ഒരു ജനപ്രിയ സാധനമായിട്ടില്ല എപ്പോഴും. അതാണ് എനിക്ക് തോന്നിയത്. ജനങ്ങൾക്കിത് ചിലപ്പോൾ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും, എന്താണ് ഇതിനെപ്പറ്റി അറിയാഞ്ഞിട്ടായിരിക്കും. ഗ്രാഫിക് നോവൽ
ഒരു ചിത്രകഥ, നമ്മൾ ചിത്രകഥ കണ്ടിട്ടാണ് ശീലം. അതായത് പല പല ചിത്രകഥകൾ, അത് അതിൽ ചിത്രകഥകളിൽ ചിത്രങ്ങൾ പ്രാധാന്യം ഇല്ലെന്നല്ല, പക്ഷേ എഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചിത്രങ്ങൾ. പിന്നെ ഗൗരവമുള്ളൊരു കഥകളൊന്നും അങ്ങനെ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അരവിന്ദിൻ്റെ വർക്ക് വന്നു, അങ്ങനെ EP ഉണ്ണിയുടെ കുറച്ച് വർക്കുകൾ, അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ വന്നിട്ടുള്ളൂ. അതും കുറച്ച് ചെറിയ ചെറിയ ആൾക്കാർ, അത് ഭൂരിപക്ഷം ആൾക്കാർ വായിച്ചിട്ടില്ല അത്. അല്ല, അങ്ങനെ ജനപ്രിയമാകേണ്ടതുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതിയില്ല, അങ്ങനെയുണ്ടല്ലോ. താല്പര്യമുള്ളവർ കാണുക, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെ ഇതിനെ ബിസിനസ്സായിട്ട് കാണേണ്ടതുണ്ടോ, കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം അങ്ങനെയൊക്കെയാണ്. കാരണം എല്ലാവരെയും കൊണ്ട് നമ്മളിത് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെ അതല്ലല്ലോ ശരി. ചിലപ്പോൾ മാറി വരുമായിരിക്കും ആൾക്കാർക്ക് താല്പര്യം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ സാഹിത്യമാണ് ഏറ്റവും, സാഹിത്യത്തിൻ്റെ സ്വാധീനം അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. സാഹിത്യമാണ് അതിൽ നിന്നൊരു, അങ്ങനെ എല്ലാവരും കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നവരാണല്ലോ. ചിലരെ കുറച്ച് പേരെ ഫോളോ ചെയ്യുന്നവരാണ് ബാക്കി എല്ലാവരും. അപ്പോൾ അതിനൊരു മാറ്റം വന്നാൽ ചിലപ്പോൾ ഫോളോവേഴ്സ് ചിലപ്പോൾ ഇതിലേക്ക് മാറിയേക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു കോമിക് അവയർനെസ് കുറച്ചുകൂടെ കൊണ്ടുവരണം. എനിക്കൊന്ന് സീരിയസ് ആയിട്ട് കോമിക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ. ന്യൂസ് പേപ്പർ ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷേ ദാറ്റ്സ് മോർ ലൈക്ക് എ ജോബ്. ഇത് ഒരു ജോബല്ല. ബട്ട് യുനോ നമ്മൾ വീട്ടിലിരുന്ന് കഥ ഉണ്ടാക്കുക, ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുക, എങ്ങനെയും കഥ പുറത്തിറങ്ങിയപ്പം നമ്മൾ ഓൺലൈൻ ഇടുക, ആ ഗ്രാഫിക് വിഷ്വൽ നാരറ്റീവ് ഗ്രാഫിക് തിങ്കിങ്ങിൽ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ നോക്കുക. അതൊക്കെ ഐഡിയാസ് യുനോ ലൈക്ക്. കാരണം അവിടെ ആ ഗ്രാഫിക് വേൾഡിൽ ഒത്തിരി എക്സ്പ്രഷൻ ഉണ്ട്. അതാണ് എനിക്കിഷ്ടം. എനിക്ക് അതിലേക്കൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് പുഷ് ചെയ്യാം. ആ മീഡിയം ഇച്ചിരൂടെ ഒന്ന് പുഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നോക്കുക. ഞങ്ങളുടെ ഒരു ബിലീഫാണ് റൈസിങ് ടൈഡ് ലിഫ്റ്റ്സ് ഓൾ ബോട്ട്സ്. അതായത് കോമിക് റീഡർഷിപ്പ് കൂടുമ്പോൾ, അതായത് ഇപ്പം സാനിന്ദ് എന്ന് പറഞ്ഞൊരു ഇലസ്ട്രേറ്റർ ഒരു ബുക്ക് ഉണ്ടാക്കി, സാനിന്ദ് ഫ്രണ്ട്സ് കോമിക്സ് കാണുമ്പോൾ അവർ പലപ്പോഴും കുറേ വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കും കോമിക് വായിക്കുന്നത്. അത് സാനിന്ദിൻ്റെ കോമിക് ആയത് കാരണം. പക്ഷെ അത് കാരണം ഇഫ് ദേ ലൈക്ക് ദാറ്റ് ദെൻ ദേ മൈ ലുക്ക് അറ്റ് ഓക്കെ ഇനി വേറെ ഏതാ കോമിക്സ് ഉള്ളത്. അപ്പം അങ്ങനെ വെൻ യു ഹാവ്, എനിക്ക് കോമിക്സിൽ റെവല്യൂഷൻ അല്ല നമുക്കൊരു ഇൻഡസ്ട്രി ഗ്രൂപ്പ്, അത് ക്രിയേറ്റേഴ്സിന് കയ്യിലാണ്. ഒരു വലിയൊരു പബ്ലിഷർ വന്നിട്ട് കുറേ പൈസ ഇറക്കി കുറേ കോമിക്സ് ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. അത് നടന്നിട്ടില്ല. ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ഗ്രാസ് റൂട്ട്സ്. യു ഹാവ് ടു മേക്ക് കോമിക്സ്, പീപ്പിൾ ഹാവ് ടു റീഡ് കോമിക്സ് ഓഫ് their friends, then they'll discover more comics. അതാണ് അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം. സോ I think that is the future. As long as അതും വോളണ്ടിയർ റൺ ആണ്. It's not that one man sitting there and funding it. It is run by a collective community ആണ്. So I think that is a huge way forward. ഞങ്ങളാണെങ്കിലും ബുക്ക് ഇറക്കുമ്പം റെഗുലർ ആയിട്ട് ചെയ്തിരുന്ന ഒരു ബുക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരു ലോഞ്ച് ഇവന്റ് ചെയ്യും. അത് ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് അഗെയിൻ. അതായത് ഞങ്ങൾ ഇവിടെ കൊച്ചിയിലിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീഡർഷിപ്പ് ഇംഗ്ലീഷ് ബുക്സിനുള്ളത് ബാംഗ്ലൂരാണ്. അപ്പം ഒരു ബുക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ ഒരു ലോഞ്ച് ബാംഗ്ലൂർ ചെയ്യുമ്പം നമ്മുടെ ബുക്ക് എപ്പോഴും വാങ്ങുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് അവരെ കാണാനും ഇൻട്രാക്ട് ചെയ്യാനായിട്ടും. അപ്പം എല്ലാ പ്രാവശ്യവും അത് ചെയ്യുന്നതും ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഈവൻ ഇടിവെട്ടിലാണെങ്കിലും ഞങ്ങളുടെ പ്ലാൻ വാസ് ബുക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വായനശാലകളിലും ഓരോ സിറ്റിയിലും ഓരോ ചെറിയ ടൗണിലൊക്കെ പോയിട്ട് ഒരു ചെറിയൊരു ഇവന്റ് നടത്തുക എന്നുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഈ ബുക്ക് ആർട്ടിസ്റ്റ് ആരാണ്, ബിക്കോസ് പലപ്പോഴും ഇവരാരും നമ്മൾ മീറ്റ് ചെയ്യുന്ന പോലും ഇല്ല. നമ്മളൊരു കോമിക് വന്ന് വായിക്കുന്നില്ല, അത് ആരാണ് ഉണ്ടാക്കിയത്, എന്തായാലും ഈ പറഞ്ഞൊരു യു ഹാവ് ടു ഓപ്പൺ അപ്പ് ദ മീഡിയം ടു പീപ്പിളിലേക്ക് എത്തിക്കണം കഥ. അതാണ് ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക് ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് വാസ് ഡൂയിങ് ദാറ്റ്. ഈവൻ ഞങ്ങളുടെ വരയുടെ വർക്ക്ഷോപ്പും ഈ പറഞ്ഞ ഞങ്ങളുടെ ഓരോ ബുക്ക് ലോഞ്ച് നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാൻ കാരണം ഇസ് ദാറ്റ് ഞങ്ങളുടെ ഒരു സോൾട്ടറി ലൈഫാണ്. റൈറ്റേഴ്സ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇരുന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് ഫോണിൽ ഫ്രണ്ട്സിനെ വിളിച്ച് നമ്മൾ ചെയ്യുന്നതല്ലാതെ ഹൗ ഡു യു മീറ്റ് റീഡേഴ്സ്? ദിസ് ഇസ് ദ ഓൺലി വേ ടു ഡു ദാറ്റ്. അപ്പം കോമിക്സ് എന്ന മാധ്യമം കേരളത്തിൽ ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഥകളിലൂടെയും വരകളിലൂടെയും കഥകൾ പറഞ്ഞ് മലയാളികളെ തേടിയുള്ള ഈ യാത്ര മാത്രമേ ഇന്ന് അവസാനിക്കുന്നുള്ളൂ. കഥകൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും.